ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്, ആദ്യത്തെ 2 ലൈൻ. അപ്പൊ ഈ സെഷൻ കഴിയുമ്പോഴത്തേക്കും എന്ന് പറയുന്നത് UJT അതുപോലെ N ചാനൽ, P ചാനൽ, JFETന്റെ സ്ട്രക്ചർ, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ആപ്ലിക്കേഷൻസ്, അതുപോലെ തന്നെ അതിന്റെ ഓപ്പറേഷൻ, ഇത്രയും കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക അല്ലെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രോഗ്രാം ഔട്ട്കം, ഇന്നത്തെ സെഷന്റെ പ്രോഗ്രാം ഔട്ട്കം. അപ്പം നമ്മൾ ഈ സിലബസിലോട്ട് നേരെ പോകുന്നതിന് മുമ്പ് എന്താണ് പവർ ഇലക്ട്രോണിക്സ്, അല്ലെങ്കിൽ എന്താണ് പവർ ഇലക്ട്രോണിക്സിന്റെ ആപ്ലിക്കേഷൻ, എന്തൊക്കെയാണ് പവർ ഇലക്ട്രോണിക് കൺവേർട്ടേഴ്സ് എന്നതിന്റെ ഒരു ചെറിയ ഇൻട്രഡക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് സിലബസിലോട്ട് പോകാം. അങ്ങനെ അപ്പോൾ എന്താണ് പവർ ഇലക്ട്രോണിക്സ്? നമ്മൾ പോകുന്നത് ഈ ഒരു ഫ്ലോയിലായിരിക്കും. എന്താണ് പവർ ഇലക്ട്രോണിക്സ്, പിന്നെ UJT, പിന്നെ BJT. അപ്പൊ ഈ BJT കഴിഞ്ഞ് നമുക്കൊരു Q&A സെഷൻ ഉണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിനുശേഷം നമുക്ക് JFET-ലോട്ടും അതുപോലെ തന്നെ കമ്പാരിസൺ ബിറ്റ്വീൻ JFET ആൻഡ് BJT-ലോട്ട് പോകാം. അപ്പം ആദ്യം കമ്മിങ് ടു ദ പവർ ഇലക്ട്രോണിക് സിസ്റ്റംസ്. അപ്പോൾ പവർ ഇലക്ട്രോണിക്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വരുന്നത്, ആ വേർഡിങ്ങിൽ നിന്ന് ആദ്യം കിട്ടുന്നത് പവർ അല്ലെ. അപ്പൊ എന്താണ് പവർ? നമ്മളിവിടെ ഹാൻഡിൽ ചെയ്യുന്നത് ഇലക്ട്രിക് പവർ ആണ്. അപ്പോൾ ആ ഇലക്ട്രിക് പവറിന്റെ ജനറേഷൻ, കൺവേർഷൻ, ട്രാൻസ്മിഷൻ, ബോത്ത് DC ആൻഡ് AC. അപ്പം ഇതാണ് നമ്മൾ പവർ ഇലക്ട്രോണിക്സിൽ ഹാൻഡിൽ ചെയ്യുന്നത്. ഇലക്ട്രിക് പവർ, അതായത് AC ഫോമിലോ DC ഫോമിലോ ഇലക്ട്രിക് പവർ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം പവർ ഇലക്ട്രോണിക്സിലെ ഇലക്ട്രോണിക്സ് എന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഡയോഡ്, BJT, അതുപോലെ തന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് കൂടെ തന്നെ ആ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസിനെ ഡ്രൈവ് ചെയ്യാനുള്ള സർക്യൂട്ട്സും അതുപോലെ തന്നെ സെൻസിങ് സർക്യൂട്ട്സും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇത് രണ്ടും കൂടാതെ ഒരു പവർ ഇലക്ട്രോണിക് സിസ്റ്റത്തിൽ കൺട്രോൾ എന്നൊരു കോൺസെപ്റ്റ് കൂടി ഉണ്ട്. നമ്മൾ സ്റ്റഡി സ്റ്റേറ്റിലും ഡൈനാമിക് സ്റ്റേറ്റിലും ഈ ഇലക്ട്രിക് പവറിനെ ഇലക്ട്രോണിക് കോമ്പോണൻസ് വെച്ച് നമ്മൾ കൺട്രോൾ ചെയ്യുന്നു. അപ്പൊ ഈ മൂന്നും കൂടെ ചേർന്നതാണ് പവർ ഇലക്ട്രോണിക്സ്. അപ്പോൾ പവർ ഇലക്ട്രോണിക്സിനെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. പവർ ഇലക്ട്രോണിക്സ് മേ ബി ഡിഫൈൻഡ് ആസ് ദ ആപ്ലിക്കേഷൻ ഓഫ് സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഫോർ ദ കൺട്രോൾ ആൻഡ് കൺവേർഷൻ ഓഫ് ഇലക്ട്രിക് പവർ. അതായത് ഇലക്ട്രിക് പവറിന്റെ കൺട്രോളിനും കൺവേർഷനും വേണ്ടിയിട്ട് സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഉപയോഗിച്ചുള്ള ആപ്ലിക്കേഷൻസിനെയാണ് പവർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. ഇനി ഒരു ടിപ്പിക്കൽ പവർ ഇലക്ട്രോണിക്സിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം എങ്ങനെയാണ് നമുക്ക് നോക്കാം. ബ്ലോക്ക് ഡയഗ്രത്തിൽ പവർ സോഴ്സ് ഉണ്ട്. അത് ഇലക്ട്രിക്കൽ സോഴ്സ് ആവാം, അത് AC യോ DC ആവാം. AC എന്ന് പറയുന്ന ഗ്രിഡ് ആണ്, DC എന്ന് പറയുന്ന എക്സാമ്പിൾ ബാറ്ററി. അതുപോലെ ലോഡ് ഉണ്ട്, ലോഡും അതുപോലെ തന്നെ AC യോ അഥവാ DC യോ ആവാം. ഇതിനിടയ്ക്കുള്ള കൺവേർഷൻ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ആണ് നമ്മൾ പവർ ഇലക്ട്രോണിക് കൺവേർട്ടർ ഉപയോഗിക്കുന്നത്. അതായത് AC എന്ന് AC-ലോട്ടോ, AC എന്ന് DC-ലോട്ടോ, DC എന്ന് DC-ലോ, DC എന്ന് AC, അങ്ങനെ 4 കൺവേർഷൻ നമുക്ക് പറ്റും. അത് ചെയ്യുന്നതാണ്, ആ കൺവേർഷൻ ഉപയോഗിക്കുന്ന ഒരു മീഡിയം അല്ലെങ്കിൽ ഒരു മീഡിയേറ്റർ ആണ് ശരിക്കും പവർ ഇലക്ട്രോണിക് കൺവേർട്ടർ. അപ്പൊ ഈ പവർ ഇലക്ട്രോണിക് കൺവേർട്ടർ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ സെൻസിങ് സിഗ്നൽസ് ഉണ്ട്. അതുപയോഗിച്ച് നമ്മൾ കൺട്രോളർ വഴിയാണ് പവർ ഇലക്ട്രോണിക് കൺവേർട്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇതാണ് ഒരു ടിപ്പിക്കൽ പവർ ഇലക്ട്രോണിക് സിസ്റ്റത്തിന്റെ ഒരു ഔട്ട്ലൈൻ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് ഈ പവർ ഇലക്ട്രോണിക് കൺവേർട്ടർ ആണ്. അപ്പം എങ്ങനെയാണ് പവർ ഇലക്ട്രോണിക് കൺവേർട്ടേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്ന് ആദ്യം നോക്കാം. നമുക്കുള്ളത് സപ്ലൈ ആണ്. ഒന്ന് AC സപ്ലൈ ഉണ്ട്, DC സപ്ലൈ ഉണ്ട്. അപ്പം ഇതിൽ ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് നമുക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, അല്ലെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിലുള്ള ആദ്യത്തെ കൺവേർട്ടറാണ് AC to DC. AC to DC കൺവേർട്ടറിന്റെ മറ്റൊരു പേരാണ് റെക്ടിഫയർ. നിങ്ങൾ ഇതിനു മുമ്പുള്ള സെമസ്റ്റർ ക്ലാസ്സുകളിൽ ഇതിന്റെ ഒരു പ്രീവിയസ് വേർഷൻ അല്ലെങ്കിൽ ഇനീഷ്യൽ വേർഷൻ പഠിച്ചിട്ടുണ്ട്. ഡയോഡ് റെക്ടിഫയർ, ഹാഫ് വേവ്, ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ തന്നെ അഡ്വാൻസ്ഡ് വേർഷൻ, അതായത് അവിടെ നമ്മൾക്ക് കൺട്രോൾ ഇല്ലായിരുന്നു. ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആവും, റിവേഴ്സ് ബയസ്ഡ് ആവും, അത് ഓട്ടോമാറ്റിക് ആയിട്ടാണ് നടക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ കൺട്രോൾഡ് റെക്ടിഫിക്കേഷൻ ആണ് ചെയ്യുന്നത്. ഇതിനുള്ള കൺവേർട്ടറിന്റെ പേരാണ് ഫേസ് കൺട്രോൾഡ് റെക്ടിഫയേഴ്സ്. ഇതിന്റെ ആപ്ലിക്കേഷൻ നോക്കുവാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡേ ടു ഡേ ലൈഫിലെ
ഒത്തിരി കാര്യങ്ങളിൽ ഈ കൺവേർട്ടർ ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും ബേസിക് എക്സാമ്പിൾ ആണ് ചാർജർ. നമ്മളുടെ മൊബൈൽ ചാർജർ, ലാപ്ടോപ്പ് ചാർജർ, അതുപോലെ തന്നെ എമർജൻസി ലാമ്പ്, അങ്ങനെയുള്ള എല്ലാ ചാർജറിലും നമ്മൾ എ സി ടു ഡി സി കൺവേർട്ടർ, കൺട്രോൾഡ് കൺവേർട്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക് വെഹിക്കിൾ. രണ്ടാമത്തതാണ് ഡി സി ടു ഡി സി കൺവേർട്ടർ. ഡി സി ടു ഡി സി കൺവേർട്ടർ നമ്മൾ എ സി ടു ഡി സിയിൽ ആദ്യം കൺവേർട്ട് ചെയ്ത ഡി സി വോൾട്ടേജ് നമുക്ക് ആവശ്യമുള്ള ലെവലിലോട്ട് വീണ്ടും മാറ്റണം. അത് ചിലപ്പം കുറഞ്ഞ വോൾട്ടേജിൽ നിന്ന് കൂടിയ വോൾട്ടേജിലോട്ടാക്കാം, കുറഞ്ഞ വോൾട്ടേജിൽ നിന്നും കൂടിയ വോൾട്ടേജിലോട്ടും, അതുപോലെ തന്നെ കൂടിയ വോൾട്ടേജിൽ നിന്നും കുറഞ്ഞ ഡി സി വോൾട്ടേജിലോട്ടും കൺവേർട്ട് ചെയ്യണം. അങ്ങനെയുള്ള ആവശ്യത്തിനാണ് നമ്മൾ ഡി സി ടു ഡി സി പവർ ഇലക്ട്രോണിക് കൺവേർട്ടർ ഉപയോഗിക്കുന്നത്. അതിന്റെ മറ്റൊരു പേരാണ് ഡി സി ചോപ്പർ. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റെപ്പ് ഡൗൺ ചോപ്പറും സ്റ്റെപ്പ് അപ്പ് ചോപ്പർ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ കൺവേർട്ടറും സ്റ്റെപ്പ് അപ്പ് ഡി സി ടു ഡി സി കൺവേർട്ടറും ഉണ്ട്. ഇതിന്റെ ആപ്ലിക്കേഷൻസും മെയിൻ ആയിട്ടും ചാർജർ, അതുപോലെ തന്നെ ഡി സി മോട്ടറിന്റെ ഡ്രൈവ്സ്, ഇലക്ട്രിക് വെഹിക്കിൾ, അങ്ങനെയുള്ളതിൽ. ഇനി അതല്ലാതെ സ്വിച്ച്ഡ് മോർ പവർ സപ്ലൈസ്, SMPS, നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ലാബിലോ അല്ലെങ്കിൽ നമ്മുടെ കോളേജിൽ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിന്റെ അകത്തുള്ള SMPS, അതായത് നമുക്ക് പല ഔട്ട്പുട്ട് വേണം, 3.3, 5 വോൾട്ട്, 12 വോൾട്ട്, അങ്ങനെ മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻസിനകത്തും നമ്മൾ ഡി സി ടു ഡി സി കൺവേർട്ടർ ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ആപ്ലിക്കേഷനാണ് HVDC, ഹൈ വോൾട്ടേജ് ഡി സി ട്രാൻസ്മിഷൻ. അതായത് നമ്മൾ ഇന്ത്യയിലും അത് ഉപയോഗിക്കുന്നുണ്ട്. 700 വോൾട്ട് അല്ലെങ്കിൽ 1000 വോൾട്ട് ഡി സി വോൾട്ടേജ് ഉപയോഗിച്ച് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ആപ്ലിക്കേഷനും നമ്മൾ ഡി സി ടു ഡി സി കൺവേർട്ടർ ഉപയോഗിക്കുന്നുണ്ട്. മൂന്നാമത്തെ ടൈപ്പ് കൺവേർട്ടർ ആണ് ഡി സി ടു എ സി കൺവേർട്ടർ. ഈ ഡി സി ടു എ സി കൺവേർട്ടർ ആണ് ഇൻവെർട്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട്, ഇതും ഇതുപോലെ തന്നെ ചാർജർ പോലെ തന്നെ എ സി ടു ഡി സി പോലെ തന്നെ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പവർ ഇലക്ട്രോണിക് കൺവേർട്ടർ ആണ്. ഏറ്റവും ബേസിക് എക്സാമ്പിൾ ആണ് ഹോം ഇൻവെർട്ടർ. നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഇൻവെർട്ടർ, ബാറ്ററിയിൽ നിന്ന് തിരിച്ച് സപ്ലൈ കട്ട് ആവുമ്പോൾ വീട്ടിൽ പവർ വരാൻ ഉപയോഗിക്കുന്ന ഹോം ഇൻവെർട്ടർ എന്ന് പറയുന്നത് ഒരു ഡി സി ടു എ സി കൺവേർട്ടർ ആണ്. മറ്റൊരു ആപ്ലിക്കേഷൻ ആണ് നമ്മുടെ അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈ. അതുപോലെ തന്നെ എ സി മോട്ടോർ ഡ്രൈവ്, അതായത് VFD, വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് എന്ന് പറഞ്ഞ എല്ലാ മോട്ടോർ ഡ്രൈവിലും ഡി സി ടു എ സി കൺവേർട്ടർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന് മറ്റൊരു ആപ്ലിക്കേഷൻ ആണ് അതുപോലെ തന്നെ FACT, ഫ്ലെക്സിബിൾ എ സി ട്രാൻസ്മിഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞത് ഹൈ വോൾട്ടേജ് ഡി സി ട്രാൻസ്മിഷൻ ആണെങ്കിൽ ഇത് എ സി ട്രാൻസ്മിഷന് വേണ്ടിയിട്ടും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് 1200 വോൾട്ടിലാണ് സാധാരണ ഫ്ലെക്സിബിൾ എ സി ട്രാൻസ്മിഷൻ ചെയ്യുന്നത്. നാലാമത്തെ കൺവേർട്ടർ ആണ് എ സി ടു എ സി കൺവേർട്ടർ. എ സി ടു എ സി കൺവേർട്ടർ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് കൺവേർട്ടർ ഉണ്ട്. ഒന്നാമതാണ് എ സി റെഗുലേറ്റർ. നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണിത്. നമ്മുടെ വീട്ടിലുള്ള ഇലക്ട്രോണിക് ഫാൻ റെഗുലേറ്റർ ഒരു എ സി ടു എ സി കൺവേർട്ടർ ആണ്. അതായത് നമ്മൾ അതിലുള്ള നോബ് തിരിക്കുമ്പോൾ പവർ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻപുട്ട് സൈഡിൽ നിന്ന് കുറഞ്ഞ സ്പീഡിന് വേണ്ടി കുറഞ്ഞ പവറും, അതുപോലെ സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ കൂടിയ പവറും നമ്മൾ സപ്ലൈ ചെയ്യുന്നു. രണ്ടാമത്തെ ടൈപ്പ് എ സി ടു എ സി കൺവേർട്ടർ ആണ് സൈക്ലോ കൺവേർട്ടർ എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഒരു ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഉള്ള കൺവേർട്ടർ ആണ്. അത് ശരിക്കും ലാർജ് എ സി. അപ്പൊ ഇത്രയുമാണ് പവർ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ പവർ ഇലക്ട്രോണിക്സ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, പവർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലും അതുപോലെ തന്നെ ഒരുമാതിരി എല്ലാ ഇൻഡസ്ട്രിയൽ അതുപോലെ തന്നെ ഓട്ടോമോട്ടീവ് ആപ്ലിക്കേഷനിലും ഉപയോഗിക്കുന്ന ഒരു സബ്ജക്ട് അല്ലെങ്കിൽ ഒരു ഡൊമൈൻ ആണ്. അപ്പൊ ഇതിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അപ്പൊ പവർ ഇലക്ട്രോണിക്സ് കൺവേർട്ടർ പഠിക്കുന്നതിന് മുമ്പ് എന്താണ് പവർ ഇലക്ട്രോണിക്സിലെ ബിൽഡിംഗ് ബ്ലോക്സ്, അതിന് പറയുന്നതാണ് ഉപയോഗിക്കുന്ന സോളിഡ് സ്റ്റേറ്റ് ഡിവൈസ്. അതിനെക്കുറിച്ച് നമുക്ക് അറിയണം. അത് പഠിച്ചതിന് ശേഷമാണ് നമ്മൾ പവർ ഇലക്ട്രോണിക് കൺവേർട്ടേഴ്സിനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പൊ ഈ മോഡ്യൂളിൽ നമ്മൾ പവർ ഇലക്ട്രോണിക്സ് സെമി കണ്ടക്ടർ ഡിവൈസ് ഇതിനെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. നമ്മൾ നേരത്തെ സബ്ജക്റ്റുകളിൽ ഇലക്ട്രോണിക് സബ്ജക്റ്റുകളിൽ പഠിച്ചിട്ടുള്ളത് ഇലക്ട്രോണിക് സെമി കണ്ടക്ടേഴ്സ് ആണ്. ഈ ഇലക്ട്രോണിക് സെമി കണ്ടക്ടേഴ്സിന്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് ലോ വോൾട്ടേജും ലോ കറണ്ടും ആയിരിക്കും. അതാണ് നമ്മളുടെ മദർ ബോർഡ് അല്ലെങ്കിൽ ചെറിയ ചെറിയ സർക്യൂട്ട്സ്, മൊബൈൽ അങ്ങനെയുള്ളതിലൊക്കെ ഉപയോഗിക്കുന്നത്
ലോ വോൾട്ടേജ് ഡിവൈസ് അല്ലെങ്കിൽ ലോ കറണ്ട് ഡിവൈസ് ആണ്. അത് നോർമൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് സെമി കണ്ടക്ടേഴ്സ്. അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ കൺവെൻഷണൽ ആയിട്ട് പഠിക്കുന്ന പി എൻ ജംഗ്ഷൻ ഡയോഡ്, സാധാരണ നമ്മൾ ലാബിൽ ഉപയോഗിക്കുന്ന BJT, UJT, യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ, മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ അഥവാ മോസ്ഫെറ്റ്. അപ്പം ഇത്രയും കോമൺ സെമി കണ്ടക്ടർ ഡിവൈസിന്റെ അഡ്വാൻസ്ഡ് വേർഷൻസ് ആണ് നമ്മൾ എപ്പോഴും പവർ ഇലക്ട്രോണിക്സിന് ഉപയോഗിക്കുന്നത്. അതായത് power semiconductor devices which are used in power electronics converters have higher voltage rating up to kilovolt kV rating വരെയുള്ള ഡിവൈസസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഹയർ കറണ്ട് റേറ്റിംഗ്സും ഉണ്ടായിരിക്കും. ഇവിടെ ഉപയോഗിക്കുന്ന സെമി കണ്ടക്ടർ ഡിവൈസ് മാനുഫാക്ചർ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് സിലിക്കൺ ആവാം, സിലിക്കൺ കാർബൈഡ് ആവാം, ഗാലിയം നൈട്രൈഡ് ആവാം. ഈ 3 സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് വെച്ച് ഈ പറയുന്ന പവർ സെമി കണ്ടക്ടർ ഡിവൈസസ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ പവർ സെമി കണ്ടക്ടർ ഡിവൈസ് അഥവാ മറ്റൊരു പേരാണ് പവർ സ്വിച്ചസ്. ഇതാണ് പവർ ഇലക്ട്രോണിക് കൺവേർട്ടേഴ്സിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് അല്ലെങ്കിൽ അതിന്റെ ഹാർട്ട് എന്ന് പറയുന്നത്. ഒരു പവർ ഇലക്ട്രോണിക് കൺവേർട്ടർ അല്ലെങ്കിൽ പവർ ഇലക്ട്രോണിക് സിസ്റ്റത്തിന്റെ ഹാർട്ട് അല്ലെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്ക്, ബിൽഡിംഗ് എലമെന്റ് എന്ന് പറയുന്നത്, ബേസിക് എലമെന്റ് എന്ന് പറയുന്നത് പവർ ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. അതിന് പറയുന്ന മറ്റൊരു പേരാണ് പവർ സ്വിച്ചസ്. അപ്പൊ ഈ പവർ സ്വിച്ചസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് എങ്ങനെയാണ് പവർ സെമി കണ്ടക്ടർ ഡിവൈസസ് ഒരു പവർ ഇലക്ട്രോണിക് കൺവേർട്ടേഴ്സിൽ വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ പവർ ഇലക്ട്രോണിക് സ്വിച്ചസിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം പവർ സെമി കണ്ടക്ടർ കൺവേർട്ടറിനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പൊ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പവർ സെമി കണ്ടക്ടർ ഡിവൈസസ് എന്ന് പറയുന്നത് പവർ ഡയോഡ്. അതായത് നമ്മൾ നേരത്തെ പഠിച്ച പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ തന്നെ അഡ്വാൻസ്ഡ് വേർഷൻ. നമുക്ക് കൂടുതൽ വോൾട്ടേജിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസ് ആണ് പവർ ഡയോഡ്. അതുപോലെ തന്നെയാണ് ഡയാക്. ഈ രണ്ടും അൺകൺട്രോൾഡ് ഡിവൈസ് ആണ്. അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ കൺട്രോൾഡ് ഡിവൈസ് ആണ് പവർ BJT, പവർ മോസ്ഫെറ്റ്, ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളാർ ട്രാൻസിസ്റ്റർ. ഇതിന്റെ മറ്റൊരു പേരാണ്, ഷോർട്ട് ഫോം ആണ് IGBT. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് കോമ്പോണന്റ് ആണ് തൈറിസ്റ്റർ അഥവാ സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ. അപ്പൊ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഡിവൈസസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് ഇവിടെ. പവർ സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് പഠിക്കുന്ന മുമ്പ് നമുക്ക് നോർമൽ ആയിട്ടുള്ള ഇലക്ട്രോണിക് സെമി കണ്ടക്ടേഴ്സിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സും കൺസ്ട്രക്ഷനും പഠിക്കണം. ആ ബേസ് വെച്ചിട്ടാണ് നമ്മൾ ഹയർ വേർഷനിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ വെച്ചിട്ടാണ്. അപ്പൊ യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ്, അതൊക്കെ പഠിച്ചതിന് ശേഷം നമുക്ക് ഹയർ വേർഷനായ മോസ്ഫെറ്റ്, IGBT, ട്രയാക്ക്, SCR എന്നിവയെ കുറിച്ച് പഠിക്കണം. അപ്പൊ ആദ്യം നമുക്ക് പഠിക്കേണ്ടത്. അപ്പൊ ഇത്രയും വരെയുള്ള ക്ലാസ് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു Q&A സെഷൻ ഉണ്ട്, അവിടെ വെച്ച് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കുന്നത് യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ആണ്. യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, അതിന്റെ ഷോർട്ട് ഫോം ആണ് UJT. അപ്പൊ ആദ്യം അതിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ UJT എന്ന് പറയുന്നത് ഒരു 3 ടെർമിനൽ ഡിവൈസ് ആണ്. അതിന് ടെർമിനൽസിന്റെ പേരാണ് എമിറ്റർ, ബേസ് 1, ബേസ്. ഈ സിമ്പിൾ നോക്കുവാണെങ്കിൽ കുറച്ചും കൂടെ വ്യക്തമാവും. നമുക്ക് എമിറ്റർ എന്നുണ്ട്, ബേസ് 2 ഉണ്ട്, അതുപോലെ ബേസ് 1 ഉണ്ട്. ഇതാണ് UJTയുടെ സിമ്പിൾ. 3 ടെർമിനൽ ഡിവൈസ് ആണ്. അതുപോലെ ഒരു ഇതാണ് അതിന് സിമ്പിൾ, ബേസ് 1, ബേസ് 2, എമിറ്റർ. ഇനി UJTയുടെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഫിഗർ നോക്കുവാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇവിടെ ഉള്ളത് ഒരു N സെമി കണ്ടക്ടർ ചാനൽ ബാർ ഉണ്ട്. ഈ N ചാനൽ ബാറിലോട്ടാണ് നമ്മളൊരു പി ടൈപ്പ് സെമി കണ്ടക്ടർ ഡിഫ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു N ചാനൽ സെമി കണ്ടക്ടർ ബാറിലോട്ട് ഒരു പി ചാനൽ സെമി കണ്ടക്ടർ ഡിഫ്യൂസ് ചെയ്തു. അങ്ങനെ ഡിഫ്യൂസ് ചെയ്യുമ്പോൾ ഈ പി ചാനലിനെ N ചാനലിന്റെ ഇടയ്ക്ക് ഒരു ജംഗ്ഷൻ ഫോം ചെയ്യും. ആ ജംഗ്ഷൻ പറയുന്ന പേരാണ് PN ജംഗ്ഷൻ. ഇത് ഡയോഡിന്റെ കൺസ്ട്രക്ഷനുമായിട്ട് വളരെ സിമിലർ ആണ്. കാരണം ഒരു PN ജംഗ്ഷൻ ഉണ്ട്.
പക്ഷെ ഒരേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതൊരു ത്രീ ടെർമിനൽ ഡിവൈസ് ആണ്. പി എന്ന് പറയുന്നത് എമിറ്ററിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ബേസ് 1ലും ബേസ് 2ലോട്ടും കണക്ട് ചെയ്തിരിക്കുന്നു. ഈ കൺസ്ട്രക്ഷന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ എമിറ്റർ ജംഗ്ഷൻ B2 എന്ന് പറയുന്ന ടെർമിനലുമായിട്ട് ക്ലോസർ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ കറണ്ട് ഡയറക്ഷൻ എന്ന് പറയുന്നത് B2 to B1 ആയിരിക്കും. ഈ എൻ ചാനലിൽ കൂടെ ആയിരിക്കും. ഈ എൻ ചാനൽ എന്ന് പറയുന്നത് എൻ ടൈപ്പില് ഇലക്ട്രോൺസ് ആണ് മജോറിറ്റി കാരിയേഴ്സ്. അപ്പൊ ഇവിടെ മജോറിറ്റി കാരിയേഴ്സ് കാരണമാണ് കറണ്ട് ഫ്ലോ നടക്കുന്നത്. എൻ ചാനൽ ഇലക്ട്രോൺ ഫ്ലോ കാരണം B2ൽ നിന്ന് B1ലോട്ട് കറണ്ട് ഫ്ലോ നടക്കും. ഇതാണ് UJTയുടെ ബേസിക് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ. ഈ ഒരു ഫിഗർ വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഒരു ജംഗ്ഷൻ ഉണ്ട്, ഒരു പി ടൈപ്പ് പോർഷൻ ഉണ്ട്, ഒരു എൻ ടൈപ്പ് ബാർ ഉണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് യൂണി ജംഗ്ഷൻ എന്ന് പറയുന്നത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതായത് ഈ പിയും എൻ ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ ഇടയ്ക്ക് ഒരു സിംഗിൾ ജംഗ്ഷൻ മാത്രമാണുള്ളത്. അതായത് ഒരു സിംഗിൾ ജംഗ്ഷൻ ആയതുകൊണ്ടാണ് ഇതിനെ യൂണി ജംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ടെർമിനൽസും കൺസ്ട്രക്ഷനും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്കിതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. UJTയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഈ പ്ലോട്ട് എന്ന് പറയുന്നത് എമിറ്റർ കറണ്ട്, അതായത് അതിന്റെ ഒരു ടെർമിനലായ എമിറ്റർ കറണ്ടും അതുപോലെ തന്നെ എമിറ്റർ വോൾട്ടേജ്, അതായത് എമിറ്ററും ബേസ് 1ഉം തമ്മിലുള്ള വോൾട്ടേജ് കൊണ്ട് പ്ലോട്ട് ചെയ്യുന്നതിനെയാണ് UJT ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന് സെപ്പറേറ്റ് സർക്യൂട്ട് ഉണ്ട്. ആ സർക്യൂട്ട് വെച്ച് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വേവ് ഫോം ആണ് UJT ക്യാരക്ടറിസ്റ്റിക്സ്. അത് ഈ ഷേപ്പിലാണ്, ഈ വയലറ്റ് കളർ ഷേപ്പിലായിരിക്കും കിട്ടുക. അപ്പൊ ഇതിനെ കൂടുതലായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇതിനകത്ത് 3 റീജിയൻസ് ഉണ്ട്. ഒന്നാമത്തെ റീജിയൻ ആണ് കട്ട് ഓഫ് റീജിയൻ, രണ്ടാമത്തെ റീജിയൻ ആണ് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ, മൂന്നാമത്താണ് സാച്ചുറേഷൻ റീജിയൻ. ഇതിൽ എന്താണ് സിഗ്നിഫിക്കൻസ് നമുക്ക് നോക്കാം. ആദ്യത്താണ് കട്ട് ഓഫ് റീജിയൻ. ഈ കട്ട് ഓഫ് റീജിയനിൽ UJTക്ക് ടേൺ ഓൺ ആവാൻ, അതായത് കണ്ടക്ഷൻ നടക്കാൻ വേണ്ട സഫീഷ്യന്റ് ആയ വോൾട്ടേജ് കിട്ടുന്നില്ല. കട്ട് ഓഫ് റീജിയൻ is the area where UJT does not get sufficient voltage to turn on. അതായത് വർക്ക് ചെയ്യാനുള്ള സഫീഷ്യന്റ് വോൾട്ടേജ് ഇവിടെ കിട്ടുന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് അതിലൂടെ കറണ്ട് ഫ്ലോ, അതായത് സാച്ചുറേഷൻ കറണ്ട് അല്ലെങ്കിൽ ലീക്കേജ് കറണ്ട് മാത്രമായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. ഇനി എപ്പോഴാണോ ഈ വോൾട്ടേജ് മാക്സിമം എത്തുന്നത്, ഈ വോൾട്ടേജ് മാക്സിമം എത്തുന്നതനുസരിച്ച് ഈ കറണ്ട് ഫ്ലോ കൂടും. ഈ കറണ്ട് ഫ്ലോ കൂടി ഒരു പീക്ക് കറണ്ടിലെത്തും. ആ കറസ്പോണ്ടിങ് വോൾട്ടേജ് ആണ് VP. ആ പോയിന്റിന് പറയുന്ന പേരാണ് പീക്ക് പോയിന്റ് എന്ന് പറയും. ഈ പീക്ക് പോയിന്റ് കഴിഞ്ഞതിന് ശേഷം ഈ ക്യാരക്ടറിസ്റ്റിക്സിൽ കറണ്ട് കൂടുന്നുണ്ടെങ്കിലും നമുക്ക് ഉള്ള വോൾട്ടേജ് കുറവായിരിക്കും. അപ്പൊ ഈ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ, അതായത് ശരിക്കും കറണ്ട് കൂടുമ്പോൾ വോൾട്ടേജ് കുറയുകയാണ് ചെയ്യുന്നത് ഇവിടെ, അല്ലെ? അങ്ങനെ വരുമ്പോൾ ഇങ്ങോട്ട് വരുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കുറഞ്ഞു വരുന്നു. അതുകൊണ്ടാണ് ഇതിനെ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്ന് പറയുന്നത്. സാധാരണ ഓംസ് ലോ പ്രകാരം വോൾട്ടേജും കറണ്ട് കൂടുമ്പോൾ ലീനിയർ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നതിന് പകരം ഇവിടെ കുറഞ്ഞു വരികയാണ്. അതുകൊണ്ടാണ് ഇതിനെ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയന്റെ എഡ്ജ് ആണ് ഒന്ന് പീക്ക് പോയിന്റും ഇങ്ങേറ്റത്ത് വാലി പോയിന്റും. അപ്പൊ ഈ വാലി പോയിന്റ് കഴിഞ്ഞ ഉടനെ തന്നെ, അതായത് ഈ കറണ്ട് എപ്പോഴാണോ UJT അറ്റൈൻ ചെയ്യുന്നത് അതിനുശേഷം വീണ്ടും വോൾട്ടേജും കറണ്ടും ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഈ റീജിയനെയാണ് സാച്ചുറേഷൻ റീജിയൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും UJTയിൽ ഓസിലേറ്റർ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ നെഗറ്റീവ് സാച്ചുറേഷൻ റീജിയൻ അല്ലെങ്കിൽ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് ഇതിൽ ഓർത്തിരിക്കേണ്ടത് 2 പോയിന്റ് ആണ്. ഒന്ന് പീക്ക് പോയിന്റും വാലി പോയിന്റും ഉണ്ട്. പീക്ക് പോയിന്റിന് മുമ്പോട്ട് അല്ലെങ്കിൽ അതിന് പ്രീവിയസ് ആയിട്ട് വരുന്നതാണ് കട്ട് ഓഫ് റീജിയൻ. പീക്ക് പോയിന്റിനും വാലി പോയിന്റിനും ഇടയ്ക്ക് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ, വാലി പോയിന്റിന് ശേഷം സാച്ചുറേഷൻ റീജിയൻ. അപ്പൊ ഇതാണ് ഈ മൂന്ന് ഏരിയസ് ആണ് ഒരു UJT ക്യാരക്ടറിസ്റ്റിക്സിൽ ഉള്ളത്. ഇനി എന്തൊക്കെയാണ് UJTയുടെ ആപ്ലിക്കേഷൻ നോക്കാം. UJT മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് റിലാക്സേഷൻ ഓസിലേറ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഓസിലേറ്റർ നോർമൽ ആയിട്ട് BJT വെച്ച് പഠിച്ചിട്ടുണ്ടാവും, അല്ലെ? RC കപ്പിൾഡ് ഓസിലേറ്റർ പഠിച്ചിട്ടുണ്ട്, അല്ലെ? അതുപോലെ ആക്റ്റീവ് ആയിട്ടുള്ള ഓസിലേറ്റേഴ്സും പഠിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം നമുക്ക് സൈനസോയിഡൽ വേവ് ഫോം ആണ് ജനറേറ്റ് ആകുന്നത്. പക്ഷെ UJT വെച്ച് നമുക്ക് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉപയോഗിച്ച്
നോൺ സൈനസോയിഡൽ വേവ് ഫോം അല്ലെങ്കിൽ സോ ടൂത്ത് വേവ് ഫോം ഒക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ ഓസിലേറ്റേഴ്സ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതാണ് UJT-യുടെ മെയിൻ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ. രണ്ടാമത്തതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന SCR, ട്രയാക്. ഈ ഡിവൈസുകളെ ടേൺ ഓൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രിഗറിംഗ് സർക്യൂട്ട് അത് ഡിസൈൻ ചെയ്യാൻ UJT ഉപയോഗിക്കും. അതുപോലെ തന്നെ സോ ടൂത്ത് വേവ് ഫോം ജനറേറ്റർ, ടൈമിംഗ് സർക്യൂട്ട്സ്, അതായത് നമുക്കൊരു ഡിലേ സർക്യൂട്ട് ആവശ്യമുണ്ട്. 1 നാനോ സെക്കൻഡ് അല്ലെങ്കിൽ 1 മൈക്രോ സെക്കൻഡിന്റെ ഡിലേ സർക്യൂട്ട് ഉള്ള സമയത്തും UJT ഡിവൈസ് വെച്ച് സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. മറ്റൊരു ആപ്ലിക്കേഷനാണ് സ്വിച്ചിങ് ഡിവൈസസ്. അതായത് ലോ പവറിലാണെങ്കിൽ നമുക്ക് UJT തന്നെ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. സ്വിച്ചിങ് ഡിവൈസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഈ UJT അഥവാ യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് UJT കുറിച്ച് പഠിക്കാനുള്ളത്. ആദ്യത്തേത് അതിന്റെ കൺസ്ട്രക്ഷൻ. ഒരു 3 ടെർമിനൽ ഡിവൈസ് ആണ്. രണ്ട് P ടൈപ്പും N ടൈപ്പും മെറ്റീരിയൽസ് ഡിഫ്യൂസ് ചെയ്താണ് അത് മാനുഫാക്ചർ ചെയ്യുന്നത്. രണ്ടാമത് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. 3 റീജിയൻസ് ഉണ്ട്. ആ 3 റീജിയൻസിന് ഇടയ്ക്കുള്ള പോയിന്റ്സ് ആണ് പീക്ക് പോയിന്റും വാലി പോയിന്റും. അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ളതാണ് UJT ആപ്ലിക്കേഷൻ. ഇത്രയാണ് യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്ററെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തതാണ് BJT എന്ന് പറയുന്നത് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് നമുക്ക് അതിനെ കുറിച്ച് ഒരു ബ്രീഫ് ആയിട്ട് എന്താണ് അതിന്റെ ആപ്ലിക്കേഷൻ, എന്തൊക്കെയാണ് അതിന്റെ ടൈപ്പ് എന്ന് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. BJT എന്ന് വെച്ചാൽ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. അതായത് ബൈപോളാർ എന്ന് പറയാൻ കാരണം അതില് മജോറിറ്റി കാരിയേഴ്സും മൈനോറിറ്റി കാരിയേഴ്സും കറണ്ട് ഫ്ലോയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ ബൈപോളാർ എന്ന് പറയുന്നത്. ഇതും ഒരു 3 ടെർമിനൽ ഡിവൈസ് ആണ്, എമിറ്റർ ബേസ് കളക്ടർ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. BJT എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് PNP ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ഉണ്ട്, NPN ഉണ്ട്. അപ്പൊ PNPയുടെ NPNന്റെയും സിമ്പിൾ, സർക്യൂട്ട് സിമ്പിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് PN ജംഗ്ഷനും BJTയും ഓൾറെഡി പ്രീവിയസ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഈ സിലബസിൽ വളരെ ചെറുതായിട്ടൊന്ന് തൊട്ടുപോകുന്നത് മാത്രം ചെയ്യുന്നുള്ളൂ. അപ്പൊ എന്തൊക്കെയാണ് BJTയുടെ ആപ്ലിക്കേഷൻസ് എന്ന് നോക്കാം. BJT മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ലോജിക് സർക്യൂട്ട്. സെമസ്റ്ററിൽ അല്ലെങ്കിൽ പഠിക്കാനുള്ളതാണ്. TTL ലോജിക്, അതായത് ട്രാൻസിസ്റ്റർ ലോജിക് സർക്യൂട്ട്സിൽ ട്രാൻസിസ്റ്റർ ആണ് അഥവാ BJT ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ആംപ്ലിഫിക്കേഷൻ സർക്യൂട്ട്സ്, ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് AB അങ്ങനെയുള്ള ആംപ്ലിഫിക്കേഷൻ സർക്യൂട്ട്സിലും BJT ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ BJT ഓസിലേഷൻ സർക്യൂട്ട്സ്, അതായത് സൈനസോയിഡൽ ഓസിലേഷൻസ് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓസിലേഷൻ സർക്യൂട്ട്സിൽ. അതുപോലെ തന്നെ മറ്റൊരു ആപ്ലിക്കേഷൻ ആണ് മൾട്ടി വൈബ്രേറ്റേഴ്സ്. ഇതുപോലെ തന്നെ സോ ടൂത്ത് അല്ലെങ്കിൽ സ്ക്വയർ വേവ് ജനറേഷൻ, അല്ലെങ്കിൽ നമുക്ക് കൃത്യമായ ആവശ്യമുള്ള ടൈം പീരീഡിൽ ഒരു വേവ് ഫോം ജനറേറ്റ് ചെയ്യണമെങ്കിൽ മൾട്ടി വൈബ്രേറ്റേഴ്സ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഒരു ആപ്ലിക്കേഷൻ ആണ് വേവ് ഷേപ്പിംഗ്. വേവ് ഷേപ്പിങ്ങിനുള്ള സർക്യൂട്ടിന്റെ പേരാണ് ക്ലിപ്പിംഗ് സർക്യൂട്ട്. അതായത് ഒരു സൈനസോയിഡൽ വേവ് ഫോം നമുക്ക് ക്ലിപ്പ് ചെയ്ത് ആവശ്യമുള്ള ആംപ്ലിറ്റ്യൂഡ് ജനറേറ്റ് ചെയ്യാൻ അല്ലെ ഷേപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മറ്റൊരു സർക്യൂട്ടാണ് വേവ് ഷേപ്പിംഗ്. ഈ സർക്യൂട്ട്സിലും BJT ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടൈമർ സർക്യൂട്ട്സ്, അതായത് ഒരു പർട്ടിക്കുലർ ടൈമിൽ ക്ലോക്ക് പൾസ് ജനറേറ്റ് ചെയ്യണം, അതല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിലേ ജനറേറ്റ് ചെയ്യണം. നമ്മൾ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് പോലെ ഒരു ഡിലേ ജനറേറ്റ് ചെയ്യുന്നതിനും നമുക്ക് BJT ഉപയോഗിക്കാൻ പറ്റും. ലോ പവറിൽ BJT ഒരു സ്വിച്ച് ആയിട്ട്, അതായത് ടേൺ ഓൺ ചെയ്യുന്നതിനും ടേൺ ഓഫ് ചെയ്യുന്നതിനും ഒരു സ്വിച്ച് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെയുള്ള BJTയുടെ ആപ്ലിക്കേഷനുള്ളത് കമ്മ്യൂണിക്കേഷൻ ഏരിയയിൽ ഡിറ്റക്ടർ ആയിട്ടും, വേവ് ഫോം ഡിറ്റക്ടർ അല്ലെങ്കിൽ മോഡുലേറ്റർ, ഡിമോഡുലേറ്റർ, ഈ ആപ്ലിക്കേഷൻസിലും നമുക്ക് BJT ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ സെഷന്റെ ഫസ്റ്റ് സെഷൻ. അപ്പം ഇത്തരമുള്ളതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കിപ്പം ക്ലാരിഫൈ ചെയ്യാം. അതിനുശേഷം നമുക്ക് അടുത്ത പോർഷനിലോട്ട് പോവാം, അതായത് JFET എന്ന പോർഷനിലോട്ട് പോവാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? One question is asked by one student. Is high losses in power devices? In power electronics devices നമുക്ക് എന്താ പറയുന്നത്, വോൾട്ടേജും കറണ്ട് കൂടുതലായതുകൊണ്ട് അതിൽ 2 ടൈപ്പ് ലോസ് ആണുള്ളത്. ഒന്ന് കണ്ടക്ഷൻ ലോസ് ഉണ്ട്, പിന്നെ സ്വിച്ചിങ് ലോസ് ഉണ്ട്. ഇപ്പം നോർമൽ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോമ്പണൻസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ പവർ ഇലക്ട്രോണിക് ഡിവൈസസിൽ ലോസ് കൂടുതലാണ്. അതിൽ 2 ടൈപ്പ് ലോസ് ആണുള്ളത്.
ഒന്ന് കണ്ടക്ഷൻ ലോസ്, അതുപോലെ തന്നെ സ്വിച്ചിങ് ലോസ്. ഈ രണ്ട് ലോസിനെ കുറിച്ചും മോസ്ഫെറ്റ്, IGBT, SCR എന്ന ഈ പവർ ഇലക്ട്രോണിക് കോമ്പോണൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ സാർ. ഓക്കെ സാർ, വേറൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, നമ്മൾ നോർമൽ ഇലക്ട്രോണിക് സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്റർ ഒക്കെ പവർ സർക്യൂട്ടിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന്? ഇല്ല. നോർമലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന BJT എന്ന് പറയുന്ന സർക്യൂട്ടിൽ മാക്സിമം 30 വോൾട്ട് അല്ലെ 60 വോൾട്ട് ആണ് ഉപയോഗിക്കുന്നത്. അതിന്റെ കറണ്ട് റേറ്റിംഗ് നോർമലി മില്ലി ആംപിയർ റേഞ്ചിൽ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ BJT എന്ന് പറയുന്നത് പവർ ഇലക്ട്രോണിക് സർക്യൂട്ടിൽ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ AC സപ്ലൈ കണക്ട് ചെയ്യുമ്പോൾ വോൾട്ടേജ് 230, പീക്ക് വോൾട്ടേജ് 325 വോൾട്ട്, പിന്നെ കറണ്ട് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്തായാലും ആംപിയർ റേഞ്ചിലായിരിക്കും, അതായത് 10 to 50 ആംപിയർ റേഞ്ചിലായിരിക്കും. അപ്പൊ ആ സമയത്ത് നമുക്ക് നോർമൽ ആയിട്ടുള്ള ഇലക്ട്രോണിക് ഡിവൈസസ്, BJT ഡയോഡ്, നമ്മുടെ IN4007 എന്ന് പറഞ്ഞ ഡയോഡിന് 1 ആംപിയർ ആണ് മാക്സിമം ലിമിറ്റ്. അപ്പൊ അതിൽ കൂടുതൽ ഒരു കറണ്ട് അതിൽ ഫ്ലോ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ ആ ഡിവൈസ് ഡാമേജ് ആവും. അപ്പൊ അങ്ങനെയുള്ള ഇലക്ട്രോണിക് ഡിവൈസ് പവർ ഇലക്ട്രോണിക്സിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അത് സെപ്പറേറ്റ് ആയിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന പവർ ഇലക്ട്രോണിക് സ്വിച്ച് തന്നെ ഉപയോഗിക്കണം. മനസ്സിലായോ? ഓക്കെ സാർ, ഓക്കെ. നമുക്ക് സെഷൻ കണ്ടിന്യൂ ചെയ്യാൻ തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് JFET, അതായത് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ എന്നാണ്. എന്താണ് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ എന്ന് ആദ്യം നോക്കാം. അതിനുശേഷം നമുക്ക് അതിലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ജംഗ്ഷൻ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്ററും മെറ്റൽ ഓക്സൈഡ് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്ററിനെ കുറിച്ചും പഠിക്കാം. നമ്മൾ BJTയിൽ ബേസ് കറണ്ട് ആണ് മെയിൻ കറണ്ടിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇവിടുത്തെ കൺസ്ട്രക്ഷന്റെ, അതായത് JFET എന്ന് പറയുന്ന ഡിവൈസിന്റെ കൺസ്ട്രക്ഷൻ കാരണം അതിലെ ഇലക്ട്രിക് ഫീൽഡ് ആണ് കറണ്ട് ഫ്ലോയെ കൺട്രോൾ ചെയ്യുന്നത്. ഈ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ വരുമ്പോൾ വോൾട്ടേജിനെ ബേസ് ചെയ്താണ് വേരി ചെയ്യുന്നത്. അത് നമുക്ക് കൂടുതൽ നോക്കാം. അപ്പൊ ഇത് ഓർത്തിരിക്കണം. എന്താണ് JFET-ഉം BJT-യും തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ്? ഇവിടെ വോൾട്ടേജ് ആണ് കൺട്രോൾ പാരാമീറ്റർ എന്ന് പറയുന്നത്. BJT-യിൽ കറണ്ട്, ബേസ് കറണ്ട് ആണ് കൺട്രോളിംഗ് പാരാമീറ്റർ. UJT-യിലും BJT-യിലും പോലെയല്ല. ഇവിടെ ഇത് 3 ടെർമിനൽ ഡിവൈസ് ആണ്. പക്ഷേ അതിന് ടെർമിനൽസിന്റെ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത് വേറെ. ഒന്ന് ഡ്രെയിൻ, രണ്ടാമത്തത് സോഴ്സ്, മൂന്നാമത്താണ് ഗേറ്റ്. അപ്പൊ ഇത് ഓർത്തിരിക്കണം. UJT-ക്കും BJT-ക്കും അതുപോലെ തന്നെ FET-ക്കുമുള്ള ടെർമിനൽ നെയിമിങ് വേറെ വേറെയാണ്. ഇവിടെ FET-യുടെ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് വോൾട്ടേജിന്റെ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്, ഗേറ്റ് എന്ന് പറയുന്ന ടെർമിനലിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്, VGS എന്ന ടെർമിനലിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്, അതിനെ ബേസ് ചെയ്താണ് ഡ്രെയിനിൽ നിന്ന് സോഴ്സിലോട്ട് പവർ കറണ്ട് അല്ലെങ്കിൽ മെയിൻ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. FET നേരത്തെ പറഞ്ഞ പോലെ ഒരു യൂണിപോളാർ ട്രാൻസിസ്റ്റർ ആണ്. BJT എന്ന് പറയുന്നത് ബൈപോളാർ ആണ്. അതായത് അവിടെ ഇലക്ട്രോൺസും ഹോൾസും, അതായത് മജോറിറ്റി ചാർജ് കാരിയേഴ്സ് മെയിൻ കറണ്ടിനെ ക്യാരി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ യൂണിപോളാർ, അതായത് അറ്റ് എ ടൈം എയ്തർ ഇലക്ട്രോൺസ് ഓർ ഹോൾ ക്യാരീസ് ദ കറണ്ട്, ക്യാരീസ് ദ ചാർജ്, നോട്ട് ബോത്ത്. അറ്റ് എ ടൈം ഇലക്ട്രോൺസോ അല്ലെങ്കിൽ ഹോൾസോ എന്താ പറയുക, കറണ്ട് ക്യാരിങ്ങിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. പക്ഷെ അറ്റ് എ ടൈം രണ്ടും കൂടെ ഉണ്ടാവില്ല. പക്ഷെ BJT-യിൽ അറ്റ് എ ടൈം ഇലക്ട്രോൺസും ഹോൾസും കറണ്ട് ക്യാരി ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ ബൈപോളാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് രണ്ടാമത്തെ ഒരു ഡിഫറൻസ് ആണ്. FET എന്ന് പറയുന്നത് യൂണിപോളാർ ഡിവൈസ് ആണ്, BJT ബൈപോളാർ ഡിവൈസ് ആണ്. അതായത് കറണ്ട് ക്യാരി ഇവിടെ മജോറിറ്റി ചാർജ് കാരിയേഴ്സ് മാത്രമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലാസ്റ്റ് ക്ലാരിഫൈ ചെയ്യാം. ഈ FET-യുടെ ബ്രോഡ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒന്ന് ജംഗ്ഷൻ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ JFET, അടുത്തതാണ് മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ MOSFET. അപ്പം JFET-ല് ഡിപ്ലീഷൻ മോഡ് എന്ന് പറഞ്ഞ ഒരു ഫിനോമിനൻ മാത്രമേ ഉള്ളൂ. MOSFET-ല് ഡിപ്ലീഷൻ ആൻഡ് എൻഹാൻസ്മെന്റ് മോഡ്, ഇങ്ങനെ രണ്ട് ഫിനോമിനൻ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ എൻഹാൻസ്മെന്റ് മോഡാണ് എപ്പോഴും പവർ ഇലക്ട്രോണിക്സ് ആപ്ലിക്കേഷനിൽ ഉള്ളത്. അത് അടുത്ത സെഷനിൽ MOSFET വരുന്നുണ്ട്. ആ സമയത്ത് എന്താണ് ഡിപ്ലീഷൻ, എൻഹാൻസ്മെന്റ് മോഡ്, എന്തൊക്കെയാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. നമുക്കിപ്പം പഠിക്കാനുള്ളത്
JFET, ജംഗ്ഷൻ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ ആണ്. ഇതിൽ രണ്ട് ടൈപ്പ് ആണുള്ളത്. ഒന്ന് N ചാനൽ JFET ഉണ്ട്, മറ്റൊന്ന് P ചാനൽ JFET ഉണ്ട്. അപ്പൊ ആദ്യം N ചാനൽ JFET എന്താണെന്ന് നോക്കാം. ഇതിൽ N ചാനൽ P ചാനൽ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും കൺസ്ട്രക്ഷൻ ഡിഫറൻസ് ആണ് ഉണ്ടാവുക. അപ്പൊ ആദ്യം N ചാനലിന്റെ കൺസ്ട്രക്ഷൻ എന്താണെന്ന് നോക്കാം, പിന്നെ അതിന്റെ ഓപ്പറേഷൻ, പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ്. അതിനുശേഷം നമുക്ക് P ചാനലിന്റെ കൺസ്ട്രക്ഷൻ, ഓപ്പറേഷൻ, ക്യാരക്ടറിസ്റ്റിക്സ് എന്ന രീതിയിൽ മുമ്പോട്ട് പോകാം. എന്താണ് കൺസ്ട്രക്ഷൻ? ഇൻ ആൻ N channel JFET, an N-type silicon bar or semi-carbide or gallium nitride bar referred to as channel. അതായത് ഇതാണ് ആ N ചാനൽ ബാർ. നമ്മളിപ്പോ പറഞ്ഞ N ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ ഒരു ബാർ എടുക്കുന്നു. സെമി കണ്ടക്ടറിന്റെ ബാർ എടുക്കുന്നു. അതിലോട്ട് നേരത്തെ കേസിൽ ഒരു P ടൈപ്പ് സെമി കണ്ടക്ടർ ബാർ ആണ് ഡിഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ JFET രണ്ട് സൈഡിലും P ടൈപ്പ് ഡിഫ്യൂസ് ചെയ്യുന്നു. അപ്പൊ ശരിക്കും ഇതിൽ രണ്ട് ജംഗ്ഷൻ ഉണ്ട്. ഓക്കെ, അതായത് ഈ ഒന്നുകൂടെ നമുക്ക് പറയാം. ഒരു N ടൈപ്പ് സെമി കണ്ടക്ടർ ബാർ എടുക്കുന്നു, അതിന് രണ്ടറ്റത്തും ടെർമിനലിൽ കണക്ട് ചെയ്യുന്നു. നേരത്തെ UJT-യിൽ നമ്മൾ പഠിച്ചത് ഒരു P ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയലാണ് നമ്മൾ ഡിഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ JFET-ൽ രണ്ട് സൈഡിൽ നിന്നും നമ്മൾ ഡിഫ്യൂസ് ചെയ്യുന്നു. ഈ ഡിഫ്യൂസ് ചെയ്യുന്ന P ടൈപ്പിൽ നിന്നും രണ്ടിനും കണക്ട് ഗേറ്റ് എന്ന ടെർമിനൽ ഫോം ചെയ്തു. ഇതാണ് അതിന്റെ കൺസ്ട്രക്ഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു N ടൈപ്പ് ബാർ ഉണ്ട്, അതിലോട്ട് രണ്ട് P ടൈപ്പ് സെമി കണ്ടക്ടർ ഡിവൈസ് ഡിഫ്യൂസ് ചെയ്തിട്ടാണ് N ചാനൽ എന്ന് പറയാൻ കാരണം ഡ്രെയിൻ ടു സോഴ്സ് ആണ് കറണ്ട് ഫ്ലോ നടക്കുന്നത്. അത് നടക്കുന്നത് N ടൈപ്പ് ചാനലിൽ കൂടിയാണ്. അതായത് ഇലക്ട്രോൺസ് ആയിരിക്കും ഇവിടുത്തെ കറണ്ട് ക്യാരി എലമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ എക്സ്പ്ലനേഷൻ ഇപ്പൊ പറഞ്ഞത് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ രണ്ട് ടെർമിനലിലൂടെ കോമൺ ആയിട്ട് കണക്ട് ചെയ്ത് ഗേറ്റ് എന്ന ടെർമിനൽ ഫോം ചെയ്തു. ഇവിടെ പ്രൈമറി ഇലക്ട്രോൺസ് ആണ് ചാർജ് ക്യാരിയേഴ്സ്. N ചാനൽ JFET-ന്റെ സിമ്പിൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഡ്രെയിൻ, സോഴ്സ്, ഗേറ്റ്. ഇതിൽ P ചാനലിൽ വരുമ്പം ഈ ആരോ മാത്രമാണ് വ്യത്യാസം വരിക. അതായത് നേരത്തെ നമ്മുടെ NP ആണ് വ്യത്യാസം വരുന്നത്. അതുപോലെ തന്നെയാണ് N ചാനൽ JFET-ന്റെ സിമ്പിളും മാറുന്നത്. N ചാനലിന് ആരോ ഇൻ ആണ്. ഇനി N ചാനൽ JFET-ന്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ BJT-യിൽ അതിന് ബയാസിംഗ് സർക്യൂട്ട് ഉണ്ട് അല്ലെ? ഓരോ എമിറ്റർ ബേസ് കളക്ടറും രണ്ട് പോർഷൻസും നമ്മൾ പ്രോപ്പറായിട്ട് ബയാസ് ചെയ്യണം, എന്നാൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ JFET-നും നമുക്കൊരു ബയാസിംഗ് സർക്യൂട്ട് ഉണ്ട്. ഈ ബയാസിംഗ് സർക്യൂട്ടിൽ ആദ്യം പറയുന്നത് നമ്മൾ ഡ്രെയിനിനും സോഴ്സിനും അക്രോസ് പോസിറ്റീവ് സപ്ലൈ കണക്ട് ചെയ്തു. അതായത് ഡ്രെയിൻ എപ്പോഴും സോഴ്സിനേക്കാളും പോസിറ്റീവ് ആയിരിക്കണം. ഇത് ഒരു ഹയർ വോൾട്ടേജ് ആയിരിക്കും. ഈ പ്ലസ് ഡ്രെയിനിൽ കണക്ട് ചെയ്യുന്നു, അതിന്റെ തന്നെ നെഗറ്റീവ് ഇവിടെ കണക്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ VGS-ൽ നെഗറ്റീവ് പോർഷൻ ആയിരിക്കണം P-യിൽ കണക്ട് ചെയ്യുന്നത്. പോസിറ്റീവ് കണക്ട് ചെയ്ത് എന്ത് പറ്റും? ഈ P-യും പോസിറ്റീവ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജംഗ്ഷൻ ഫോർവേഡ് ബയസ്ഡ് ആയി പോകും. അങ്ങനെ നടക്കരുത്. അതുകൊണ്ട് ഇത് നെഗറ്റീവ് ആണ് നമ്മളിവിടെ കണക്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു ടെർമിനൽ എടുത്ത് നമ്മൾ ഇങ്ങോട്ട് ഷോർട്ട് ചെയ്യുന്നുണ്ട്. അത് കാണിച്ചിട്ടില്ല, ഓവർലാപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് കാണിക്കാതിരിക്കുന്നത്. പക്ഷെ ബൈ ഡിഫോൾട്ട് ഈ രണ്ട് ഗേറ്റും ഷോർട്ട് ചെയ്തിട്ടുണ്ട്, ഇന്റേണലി ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടിലും ആക്ഷൻ അറ്റ് എ ടൈം നടക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് 0 വോൾട്ട് ആണെങ്കിൽ VGS എന്ന് പറയുന്നത് ഇത് വേരി ചെയ്യിക്കാൻ പറ്റും. ഈ വോൾട്ട് 0 വോൾട്ട് ആണെങ്കിൽ ഇതിലെ മാക്സിമം കണ്ടക്ഷൻ നടക്കും. ഈ വോൾട്ടേജ് എപ്പോഴാണോ നെഗറ്റീവ് വോൾട്ടേജ് കൂട്ടി കൊടുക്കുന്നത്, അതായത് -1 -3, അങ്ങനെ ഗേറ്റ് വോൾട്ടേജ് കുറച്ചു കൊടുക്കുക. ഇവിടെ ചെയ്യാൻ നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. 0-ൽ നിന്നും മൈനസിലോട്ടാണ് നമ്മളിവിടെ കൺട്രോൾ വോൾട്ടേജ് കൊടുക്കുന്നത്. അപ്പൊ 0 ആണെങ്കിൽ 0 വോൾട്ടാണ് ഗേറ്റ് സോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ മാക്സിമം കറണ്ട് ഫ്ലോ ഇവിടെ നടക്കും. ഈ N ചാനലിൽ കൂടെ ഡ്രെയിനിൽ നിന്ന് സോഴ്സിലോട്ട് നടക്കും. എപ്പോഴാണോ നെഗറ്റീവ് വോൾട്ടേജ് കൂടുതൽ അപ്ലൈ ചെയ്യുന്നത്, അതായത് -1 എന്ന് കൊടുക്കുമ്പോൾ ഇവിടുത്തെ റിവേഴ്സ് ബയാസ്
അതായത് ഈ ഡിപ്ലീഷൻ റീജിയനിലുള്ള റിവേഴ്സ് ബയസ് കൂടുകയും ഈ ചാനലിന്റെ വിട്ട് കുറയുകയും ചെയ്യും. ഇവിടെ ഞാനിപ്പോൾ മോർ നെഗറ്റീവ് കൊടുക്കുകയാണെങ്കിൽ എന്ത് പറ്റും? ഈ ജംഗ്ഷൻ കൂടുതൽ റിവേഴ്സ് ബയസ്ഡ് ആവും. അങ്ങനെ കൂടുതൽ റിവേഴ്സ് ബയസ്ഡ് ആവുമ്പം ഇതിന് കറണ്ട് ഫ്ലോ ചെയ്യാനുള്ള ഏരിയ കുറയും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഡ്രെയിൻ ടു സോഴ്സ് കറണ്ട് കുറഞ്ഞു പോകുന്നത്. ആ വർക്കിംഗ് ഒന്നുകൂടെ പറഞ്ഞുതരാം. എപ്പോഴാണ് കൂടുതൽ നെഗറ്റീവ് വോൾട്ടേജ് നമ്മൾ ഗേറ്റിൽ കൊടുക്കുന്നത്, ഈ പി എൻ ജംഗ്ഷൻ റിവേഴ്സ് ബയസ്ഡ് ആവും. അതുപോലെ തന്നെ ഈ പി എൻ ജംഗ്ഷൻ. അപ്പോൾ റിവേഴ്സ് ബയസ്ഡ് ആവുമ്പോൾ അതിന്റെ ഡിപ്ലീഷൻ റീജിയന്റെ ഏരിയ കൂടും. അതായത് ഇവിടെ ഒരു ലൈൻ ആയിട്ടുള്ളത് ഒരു തിക്ക് ലൈൻ ആയിട്ട് അസ്യൂം ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ തിക്ക് ലൈൻ ആയിട്ട് വരുന്നു. അങ്ങനെ വരുമ്പോൾ ഈ ഡ്രെയിൻ ടു സോഴ്സ് കറണ്ട് ഫ്ലോയ്ക്കുള്ള ഈ വിട്ടില്ലേ, ഈ ഏരിയ, എഫക്റ്റീവ് ഏരിയ എന്ന് പറയുന്നത് കുറഞ്ഞു പോകും. അങ്ങനെ വരുമ്പോൾ ഡ്രെയിൻ ടു സോഴ്സ് കറണ്ട് കുറഞ്ഞു വരും. അപ്പൊ എപ്പോഴാണോ കൂടുതൽ നെഗറ്റീവ് വോൾട്ട് കൊടുക്കുന്നത്, അതായത് നമുക്ക് അസ്യൂം ചെയ്യാം ഒരു അല്ലെങ്കിൽ -4 വോൾട്ട് കൊടുക്കുമ്പോൾ ഈ ഡിപ്ലീഷൻ റീജിയനും ബൾക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടി എന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പം ഇതിലെ കറണ്ട് ഫ്ലോ നടക്കില്ല. ഇതാണ് ഒരു ജെഫെറ്റിന്റെ ഓപ്പറേഷൻ. ജസ്റ്റ് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത്. കൂടുതൽ നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഈ രണ്ട് ജംഗ്ഷനും റിവേഴ്സ് ബയസ്ഡ് ആയി ഈ ഏരിയ മൊത്തം കവർ ചെയ്യും, ഡിപ്ലീഷൻ റീജിയൻ കാരണം കവർ ചെയ്യും. ആ സമയത്ത് ഡ്രെയിൻ ടു സോഴ്സ് കറണ്ട് ഫ്ലോ നടക്കില്ല. അങ്ങനെയാണ് ഈ ഡിവൈസ് ടേൺ ഓഫ് ആയി പോകുന്നത്. അതല്ലെങ്കിൽ ടേൺ ഓഫ് പ്രൊസീജിയറിന് മറ്റൊരു രീതിയാണ് നെഗറ്റീവ് വോൾട്ടേജ്. അതായത് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ് വോൾട്ടേജ് കൂട്ടി കൊടുക്കുക. കൂട്ടുക എന്ന് വെച്ചാൽ -4, -5, അങ്ങനെ താഴത്തേക്ക് വരിക. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ഏരിയ കുറഞ്ഞ് ഇല്ലാതെ ആയിപ്പോവും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഡ്രെയിൻ കറണ്ട് 0 ആയിപ്പോവും. ഈ പറഞ്ഞത് തന്നെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ടേൺ ഓൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കറണ്ട് ഫ്ലോ ഡ്രെയിൻ ടു സോഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ നെഗറ്റീവ് വോൾട്ടേജ് 0 കൊടുക്കുമ്പോഴായിരിക്കും മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഇവിടെ കൂടുതൽ നെഗറ്റീവ് ഫ്ലോ വരുമ്പം, നെഗറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഡ്രെയിൻ ടു സോഴ്സ് കറണ്ട് കുറഞ്ഞു പോവുകയും ഈ എൻ ചാനൽ ജെഫെറ്റ് ടേൺ ഓഫ് ആവുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, VGS എന്ന് പറഞ്ഞ വോൾട്ടേജ് 0 ആണെങ്കിൽ, അതായത് കൺട്രോൾ വോൾട്ടേജ് ഇവിടെ 0 ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഡിവൈസിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. അതുകൊണ്ടാണ് എൻ ചാനൽ ജെഫെറ്റ് ഈസ് എ നോർമലി ക്ലോസ്ഡ് ഡിവൈസ്. അതായത് കൺട്രോൾ വോൾട്ടേജ് ഒന്നും ഇല്ലെങ്കിലും ഈ ഡിവൈസിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. അതുകൊണ്ടാണ് ഇതിന് എൻ ചാനൽ ജെഫെറ്റ് ഈസ് എ നോർമലി ക്ലോസ്ഡ് ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഓപ്പറേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്താണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. അപ്പൊ ഈ പറഞ്ഞ ഓപ്പറേഷൻ തന്നെയാണ് ശരിക്കും ക്യാരക്ടറിസ്റ്റിക്സ് റിഫ്ലക്ട് ചെയ്യുന്നത്. ഡ്രെയിൻ കറണ്ട്, അതായത് ഡ്രെയിൻ ടു സോഴ്സ് കറണ്ടും അതുപോലെ തന്നെ ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജിനെ ബേസ് ചെയ്തിട്ടാണ് ഉള്ളതിനെയാണ് ജെഫെറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അറ്റ് ഡിഫറെന്റ് VGS. ഡിഫറെന്റ് VGS എന്ന് പറയുന്നത്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ 0 വോൾട്ട് VGS, അതായത് കൺട്രോൾ വോൾട്ടേജ് എപ്പോഴാണോ 0 ആകുന്നത് ആ സമയത്ത് ഹൈ കറണ്ട്. അപ്പൊ നമുക്കിതിനെ ബേസിക്കലി 4 റീജിയൻസ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്താണ് കട്ട് ഓഫ് റീജിയൻ, രണ്ടാമത്താണ് ഓമിക് റീജിയൻ, മൂന്നാമത്താണ് സാച്ചുറേഷൻ റീജിയൻ, അതിനുശേഷമുള്ളതാണ് ബ്രേക്ക് ഡൗൺ റീജിയൻ. അപ്പൊ എന്താണ് കട്ട് ഓഫ് റീജിയൻ ആദ്യം നോക്കാം. ദിസ് കട്ട് ഓഫ് റീജിയൻ ഇസ് ദ റീജിയൻ വേർ ദ ജെഫെറ്റ് ഈസ് ടേൺഡ് ഓഫ്. അതായത് there is no current from drain to source. അതായത് ഡ്രെയിൻ ടു സോഴ്സിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള കറണ്ട് ഫ്ലോ നടക്കുന്നില്ല എങ്കിൽ അതിന് റീജിയൻ എന്ന് പറയുന്ന പേരാണ് കട്ട് ഓഫ് റീജിയൻ. ഈ റീജിയനിൽ VGS എന്ന് പറയുന്നത് ഹൈലി നെഗറ്റീവ് വോൾട്ട് ആയിരിക്കും. അതല്ലെങ്കിൽ നമുക്ക് കാണാം എപ്പോഴാണോ VGS -4 താഴെ വരുന്നത് ആ ഒരു സമയത്താണ് കട്ട് ഓഫ് റീജിയൻ. ഇനി എപ്പോഴാണോ VGS 0 അടുത്തടുത്ത് വരുന്നത്, അതായത് -3, -4 തൊട്ട് എന്ത് പറ്റും? ഡ്രെയിൻ കറണ്ട് കൂടി തുടങ്ങും. അങ്ങനെ എപ്പോഴാണോ VGS 0 എത്തുന്നത്, അപ്പൊ ഈ റീജിയൻ ഇങ്ങനെ കറണ്ട് കൂടി വരുന്ന ഈ റീജിയൻ എന്ന് പറയുന്ന പേരാണ് ഓമിക് റീജിയൻ. ഓമിക് റീജിയൻ എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഓമിക് റീജിയൻ എന്ന് പറയാൻ കാരണം ഇവിടെ ലീനിയർ ആയിട്ടാണ് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നത്.
അതുകൊണ്ടാണ് ഈ റീജിയനെ ഓമിക് റീജിയൻ എന്ന് പറയുന്നത്. അങ്ങനെ കൺട്രോൾ വോൾട്ടേജ് എപ്പോഴാണോ 0 ആവുന്നത്, അതായത് VGS എന്ന് പറയുന്ന വാല്യൂ 0 ആവുമ്പോൾ എന്ത് പറയും, ഈ ഡ്രെയിൻ കറണ്ട് സാച്ചുറേറ്റ് ആവും. അതായത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻക്രീസ് ചെയ്യുന്നില്ല. ഈ ഡ്രെയിൻ കറണ്ട് ഇൻക്രീസ് ചെയ്യാതെ സാച്ചുറേറ്റ് ആവുന്ന റീജിയൻ എന്ന് പറയുന്ന പേരാണ് സാച്ചുറേഷൻ റീജിയൻ. അതുപോലെ ഓരോ വോൾട്ടേജിലും സാച്ചുറേഷൻ ഉണ്ടായിരിക്കും, പക്ഷെ ആ സാച്ചുറേഷൻ കറണ്ട് കുറവായിരിക്കും. ഈ സാച്ചുറേഷൻ കറണ്ട് മാക്സിമം കിട്ടുന്നത് VGS 0 എന്ന് പറഞ്ഞ വാല്യൂലായിരിക്കും. ഇതാണ് സാച്ചുറേഷൻ റീജിയൻ. അതിനുശേഷവും നമ്മൾ ഈ വോൾട്ടേജ് കൂട്ടി കൊണ്ടുപോവുകയാണെങ്കിൽ, അതായത് VDS എന്ന് പറഞ്ഞ വോൾട്ടേജ് പിന്നെയും കൂടുന്നുണ്ടെങ്കിൽ ഡിവൈസ് ബ്രേക്ക് ഡൗൺ റീജിയനിലോട്ട് പോകും. ബ്രേക്ക് ഡൗൺ റീജിയനിൽ കറണ്ട് സഡൻ ആയിട്ട് ഇൻക്രീസ് ചെയ്യും. അതായത് BJT-യിലുള്ള സെക്കൻഡറി ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ അവലാഞ്ചർ ബ്രേക്ക് ഡൗൺ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചതുപോലെ തന്നെ ഇതേ ഡിവൈസിലും നമുക്ക് ബ്രേക്ക് ഡൗൺ ഫിനോമിനൻ, അങ്ങനെ ബ്രേക്ക് ഡൗൺ ഫിനോമിനൽ എത്തിയാൽ സഡൻ ആയിട്ട് കറണ്ട് ഇൻക്രീസ് ചെയ്യും. ആ റീജിയൻ ആണ് ബ്രേക്ക് ഡൗൺ റീജിയൻ. അപ്പൊ നേരത്തെ BJT UJT പറഞ്ഞ പോലെ അല്ല, ഇവിടെ 4 റീജിയൻസ് ഉണ്ട്. ഒന്ന് കട്ട് ഓഫ് റീജിയൻ, അതായത് ഈ റീജിയനിൽ JFET ഓഫ് ആയിരിക്കും. രണ്ടാമത് ഓമിക് റീജിയൻ. ഓമിക് റീജിയനിൽ കറണ്ട് ലീനിയർ ആയിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അടുത്തതാണ് സാച്ചുറേഷൻ റീജിയൻ. സാച്ചുറേഷൻ റീജിയനിൽ ഡ്രെയിൻ കറണ്ട് സാച്ചുറേറ്റ് ആയി, അതായത് ഡിപ്പെൻഡിങ് അപ്പോൺ വാട്ട് ഇസ് ദ കൺട്രോൾ വോൾട്ടേജ് VGS എന്ന് പറഞ്ഞ വാല്യൂവിനനുസരിച്ച് സാച്ചുറേറ്റ് ആവും. ഈ സാച്ചുറേഷൻ റീജിയനിലും നമ്മൾ VDS എന്ന് പറഞ്ഞ അപ്ലൈഡ് വോൾട്ടേജ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് പറ്റും, സഡൻ ആയിട്ട് ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ ഉണ്ടാവുകയും കറണ്ട് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അതിനെയാണ് ബ്രേക്ക് ഡൗൺ റീജിയൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഒരു N ചാനൽ JFET-ന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ നമ്മളിപ്പോ N ചാനൽ JFET-ന്റെ കൺസ്ട്രക്ഷൻ പഠിച്ചു, അതിനുശേഷം അതിന്റെ ടേൺ ഓൺ ആൻഡ് ടേൺ ഓഫ് പ്രോസസ് പഠിച്ചു, അതിനുശേഷം എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പഠിച്ചു. ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ വളരെ സിമിലർ ആയിട്ട് തന്നെയാണ് P ചാനൽ JFET-ന്റെ വർക്കിങ്ങും കൺസ്ട്രക്ഷനും. അപ്പൊ ഇതാണ് P ചാനൽ JFET. ഇവിടെ കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഇത് വളരെ എളുപ്പമായിരിക്കും. ഇപ്പൊ P ചാനൽ JFET-ല് ഈ ഡ്രെയിൻ ടു സോഴ്സ് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു P ടൈപ്പ് സെമി കണ്ടക്ടറിലാണ്. നേരത്തെ അതൊരു N ചാനലിലായിരുന്നു, N ടൈപ്പ് സെമി കണ്ടക്ടറിലായിരുന്നു. ഇവിടെ P ചാനലിൽ അതൊരു P ടൈപ്പ് സെമി കണ്ടക്ടർ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ബേസ് ചെയ്ത് ഏതിലൂടെയാണ് ഏത് ചാനലാണ് എന്നുള്ളതിനെ ബേസ് ചെയ്താണ് ഈ JFET-ന് പേരിടുന്നത്. N ചാനൽ ആണെങ്കിൽ N ചാനൽ JFET, P ചാനലാണ് കറണ്ട് ക്യാരി ചെയ്യുന്നെങ്കിൽ P ചാനൽ JFET. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിന്റെ കൺസ്ട്രക്ഷൻ വളരെ സിമിലർ ആണ്. അതായത് നമുക്കൊരു P ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ട്. ഈ P ടൈപ്പ് സെമി കണ്ടക്ടറിലോട്ട് N ടൈപ്പ് മെറ്റീരിയലാണ് ഡിഫ്യൂസ് ചെയ്യുന്നത്. അതായത് N ടൈപ്പ് മെറ്റീരിയൽ നമ്മൾ ഡിഫ്യൂസ് ചെയ്തു. ആ രണ്ട് N ടൈപ്പ് മെറ്റീരിയലും കൂടെ കോമൺ ആയിട്ട് എക്സ്റ്റേണലി ഷോർട്ട് ചെയ്ത് ഗേറ്റ് എന്ന ടെർമിനലിൽ ഫോം ചെയ്യുന്നു. അതായത് ഇവിടെ നമ്മൾ ഇവിടെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞത് തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു P ടൈപ്പ് മെറ്റീരിയലിലോട്ട് N ടൈപ്പ് സെമി കണ്ടക്ടർ ഡിഫ്യൂസ് ചെയ്ത് ആണ് JFET എന്ന് പറയുന്നത് P ചാനൽ JFET മാനുഫാക്ചർ ചെയ്യുന്നത്. ഇവിടെ കോമൺ ടെർമിനൽ ഗേറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ സോഴ്സ് ടെർമിനലും ഉണ്ട്, ഡ്രെയിൻ ടെർമിനലും ഉണ്ട്. മെയിൻ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഡ്രെയിൻ ടു സോഴ്സ് ആണ്. ഇതിനിടയ്ക്ക് ഡ്രെയിനും സോഴ്സിനും അക്രോസ് ആണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. P ചാനൽ എന്ന് വെച്ചാൽ പോസിറ്റീവ്. അപ്പൊ പോസിറ്റീവ് വരുമ്പോൾ ഹോൾസ് ആയിരിക്കും ഇവിടുത്തെ മജോറിറ്റി ചാർജ് കാരിയേഴ്സ്. അതുകൊണ്ടാണ് അതുപോലെ ഇവിടെ ഹോൾസ് മാത്രമായിരിക്കും കറണ്ട് ക്യാരി ചെയ്യുന്നത്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു യൂണിപോളാർ ഡിവൈസ് ആണ്. നേരത്തെ പഠിച്ചതുപോലെ തന്നെ ഇതാണ് അതിന്റെ JFET-ന്റെ P ചാനൽ JFET-ന്റെ സിമ്പൽ. നമുക്ക് ഒരേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ ആരോ ഹെഡ് റിവേഴ്സ് ചെയ്തു എന്നുള്ള പോലെ. നമ്മുടെ NPN അഥവാ PNP BJT-യിൽ NPN ആരോ റിവേഴ്സ് ചെയ്തില്ലേ, അതുപോലെ തന്നെയാണ് N ചാനൽ JFET-ഉം P ചാനൽ JFET-ലും സംഭവിക്കുന്നത്. അപ്പൊ ഇതിന്റെ കൺസ്ട്രക്ഷനും N ചാനലിന്റെയും P ചാനലിന്റെയും കൺസ്ട്രക്ഷൻ വളരെ സിമിലർ ആണ്. ഒരേ ഒരു വ്യത്യാസം N ടൈപ്പ് P ടൈപ്പ് സെമി കണ്ടക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, അതായത് ഇന്റർചേഞ്ച് ചെയ്തു. അങ്ങനെ അത് മാത്രമാണ് കൺസ്ട്രക്ഷനിൽ ഡിഫറൻസ് ഉള്ളത്. സിമ്പിളിൽ ഡിഫറൻസ് ഈ ആരോ ഹെഡ് റിവേഴ്സ് ആയി. ഇനി എങ്ങനെയാണ് ഇതിന്റെ ഓപ്പറേഷൻ നോക്കാം. അപ്പൊ ഇവിടുത്തെ ബയാസിംഗ് സർക്യൂട്ടിൽ നമ്മൾ N ചാനലും P ചാനലും റിവേഴ്സ് ചെയ്തു കൺസ്ട്രക്ഷൻ വൈസ്.
അതുകൊണ്ട് നമ്മുടെ എക്സ്റ്റേണൽ സപ്ലൈ ഇവിടെ റിവേഴ്സ് ചെയ്യണം. ഇവിടെ ഡ്രെയിൻ എന്ന് പറയുന്നത് നെഗറ്റീവ് വോൾട്ടേജ് ആയിരിക്കണം, സോഴ്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് വോൾട്ടേജ് ആയിരിക്കണം. അതായത് ഇടയ്ക്ക് ഒരാൾ കമന്റ് ചെയ്യുന്നത് കണ്ടു, എങ്ങനെയാണ് നെഗറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു ചെറിയ ബാറ്ററിയിൽ പ്ലസും മൈനസും ഉണ്ട്. നമ്മൾ നോർമൽ ആയിട്ട് പ്ലസും മൈനസും കൊടുക്കുന്നതിന് പകരം ആ ബാറ്ററി റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും നെഗറ്റീവ് വോൾട്ടേജ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. നെഗറ്റീവ് വോൾട്ടേജ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അതായത് നമ്മൾ കണക്ട് ചെയ്യുന്ന പവർ സപ്ലൈ റിവേഴ്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഡി സി ആയിരിക്കണം, റിവേഴ്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് പവർ സപ്ലൈ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് പ്ലസ് വോൾട്ടേജ് പ്ലസ് വി ജി എസ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ആദ്യം ഇതിന്റെ ഓപ്പറേഷൻ നോക്കാം, അതിനുശേഷം നോക്കി ക്യാരക്ടറിസ്റ്റിക്സ് പോവാം. അപ്പൊ എപ്പോഴാണോ ഇവിടെ നേരത്തെ ഉള്ള പോലെ ഈ വി ജി എസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും, 0 ആവുമ്പോൾ എന്ത് പറ്റും, ഇവിടെ റിവേഴ്സ് ബയാസിംഗ് എന്ന് പറയുന്നത് ഉണ്ടാവില്ല. ഈ എൻ ടൈപ്പ് പി ടൈപ്പ് ഇതിനിടയ്ക്കത്തെ ജംഗ്ഷൻ ബാരിയർ എന്ന് പറയുന്നതിന്റെ തിക്നെസ് വളരെ കുറവായിരിക്കും. അപ്പോൾ ടേൺ ഓൺ ഇവിടെ മിസ്റ്റേക്ക് ഉണ്ട്, നെഗറ്റീവ് വോൾട്ടേജ് പോസിറ്റീവ് വോൾട്ടേജ് വി ജി എസ് ടു കൊടുക്കുകയും അതുപോലെ തന്നെ നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കുകയും ചെയ്യണം. അപ്പൊ എപ്പോഴാണോ വി ജി എസ് 0 ആയിരിക്കുന്നത് ആ സമയത്ത് ഡ്രെയിൻ കറണ്ട് മാക്സിമം ആയിരിക്കും. നേരത്തെ ഉള്ള പോലെ തന്നെയാണ്, ഇതിന്റെ ഓൺ കണ്ടീഷനിൽ വി ജി എസ് 0 ആയിരിക്കണം. വി ജി എസ് 0 ആയിരിക്കുന്ന സമയത്ത് ഇവിടെ റിവേഴ്സ് ബയസ് ഉണ്ടാവില്ല. റിവേഴ്സ് ബയസ് ഉണ്ടാകുന്ന സമയത്ത് ഇത് മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യും. ഇനി എപ്പോഴാണോ നമ്മൾ ഹൈ വോൾട്ടേജ്, അതായത് വി ജി എസ് എന്ന് പറയുന്നത് 1 വോൾട്ട് 2 വോൾട്ട് 3 വോൾട്ട് അങ്ങനെ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ ഇതെന്താ പോസിറ്റീവ് വോൾട്ടേജ് ആണ്. ഇതൊരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണ്. എൻ ടൈപ്പിലോട്ട് കൊടുക്കുമ്പോൾ അവിടെ റിവേഴ്സ് ബയസ് ഉണ്ടാവുകയും ഈ ഏരിയ ഓവർലാപ്പ് ഏരിയയിൽ ബാരിയർ വിട്ട് കൂടി കറണ്ട് ഫ്ലോയെ ഓപ്പോസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ സഫീഷ്യന്റ് പോസിറ്റീവ് വോൾട്ടേജ് വരികയാണെങ്കിൽ, അതായത് വി ജി എസ് എന്ന് പറയുന്നത് കൂടി 4 വോൾട്ട് അസ്യൂം ചെയ്യുന്നത്, നമുക്ക് 4 വോൾട്ടിൽ ടേൺ ഓഫ് നടക്കുമെന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ വി ജി എസ് എപ്പോഴാണോ കൂടി 4 വോൾട്ട് വരുന്നത് ആ സമയത്ത് ഇതിലെ ഈ റിവേഴ്സ് ബയാസ് കാരണം ഈ പാത്ത്, അതായത് ഈ പി ചാനൽ എന്ന് പറയുന്നത് ബ്ലോക്ക്ഡ് ആവും. അപ്പം കറണ്ട് ഫ്ലോ ഇല്ലാതെയാവും. അപ്പോൾ ടേൺ ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്ലൈ എ പോസിറ്റീവ് വോൾട്ടേജ് ടു ഗേറ്റ്. അപ്പൊ എത്രത്തോളം കൂടുതൽ കൊടുക്കുന്നോ അതിനനുസരിച്ച് ഇതിലുള്ള കറണ്ട് ഫ്ലോ കുറഞ്ഞു വരും. പോസിറ്റീവ് വോൾട്ടേജ് ഗേറ്റിൽ കൊടുക്കുന്ന സമയത്ത് as and when the gate voltage VGS become more positive, the current reduces until it completely reaches the cutoff region. അതാണ് അതിന്റെ ഓപ്പറേഷൻ വളരെ സിമിലർ ആണ്. എൻ ചാനലിൽ നമ്മൾ നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോഴാണ് 0 ആണോ ടേൺ ഓൺ കണ്ടീഷൻ, അതുപോലെ നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ അത് കട്ട് ഓഫിലോട്ട് അടുത്തടുത്ത് വരും. പി ചാനലിൽ 0 തന്നെയാണ് ടേൺ ഓൺ കണ്ടീഷൻ, പക്ഷേ പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോഴാണ് കട്ട് ഓഫ് റീജിയനിലോട്ട് അടുത്തടുത്ത് വരുന്നത്. അത് മാത്രമാണ് ഈ പി ചാനലും എൻ ചാനലും തമ്മിലുള്ള ഓപ്പറേഷനിലുള്ള ഒരു വ്യത്യാസം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ 0 വോൾട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ കറണ്ട് ഫ്ലോ നടക്കും. അതുകൊണ്ട് പി ചാനൽ ജെഫെറ്റ് എന്ന് പറയുന്നത് ഒരു നോർമലി ക്ലോസ്ഡ് ഡിവൈസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഈ ക്യാരക്ടറിസ്റ്റിക്സും എൻ ചാനലിനെയും പി ചാനലിനെയും തമ്മിൽ വളരെയധികം സിമിലാരിറ്റി ഉണ്ട്. നമ്മൾ ഇത് പ്ലോട്ട് ചെയ്യുന്നത് ഡ്രെയിൻ കറണ്ടിനും അതുപോലെ തന്നെ വി ഡി എസ് ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജിനും അക്രോസ് ആണ് അറ്റ് ഡിഫറെന്റ് വി ജി എസ്. നേരത്തെ പഠിച്ച പോലെ തന്നെ ഇതിനും 4 റീജിയൻ ഉണ്ട്: കട്ട് ഓഫ് റീജിയൻ, ഓമിക് റീജിയൻ, സാച്ചുറേഷൻ റീജിയൻ ആൻഡ് ബ്രേക്ക് ഡൗൺ റീജിയൻ. അപ്പൊ കട്ട് ഓഫ് റീജിയനിൽ എത്തണമെങ്കിൽ മാക്സിമം പോസിറ്റീവ് വോൾട്ടേജ് വി ജി സപ്ലൈ ചെയ്യുവാണെങ്കിൽ ഡിവൈസ് ടേൺഡ് ഓഫ് ആയിരിക്കും. അതായത് ഐ ഡി എന്ന് പറയുന്നത് സോഴ്സ് ടു ഡ്രെയിൻ റീജിയനിൽ, സോഴ്സ് ടു ഡ്രെയിൻ ടെർമിനലിൽ ഡ്രെയിൻ കറണ്ട് 0 ആയിരിക്കും. ഈ റീജിയന് പറയുന്നതാണ് കട്ട് ഓഫ് റീജിയൻ. ഇനി എപ്പോഴാണോ വി ജി എസ് കുറച്ച് 0-ലോട്ട് എത്തുന്നത് അതിനനുസരിച്ച് ഡ്രെയിൻ കറണ്ട് കൂടിക്കൊണ്ടിരിക്കും. ഇതാണ് ഡ്രെയിൻ കറണ്ട്. ഡ്രെയിൻ കറണ്ട് പതുക്കെ കൂടും. ഈ കൂടി വരുന്ന ഏരിയയിൽ നമുക്ക് മനസ്സിലാവും ഇതൊരു ലീനിയർ റീജിയൻ ആണ്. അതുകൊണ്ടാണ് ഇതിനെ ഓമിക് റീജിയൻ എന്ന് പറയുന്നത്. അതായത് കറണ്ട് ലീനിയർ ആയിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അങ്ങനെ എപ്പോഴാണോ വി ജി എസ് എന്ന് പറയുന്നത് 0 ആയാൽ അവിടെ വെച്ച് നമ്മൾ ആ ഡ്രെയിൻ കറണ്ട് എന്ത് പറ്റും, സാച്ചുറേഷനിലെത്തും.
നേരത്തെ പഠിച്ചതുപോലെ തന്നെയാണ് ഇതിന്റെ ഓപ്പറേഷൻ. അത് സാച്ചുറേഷൻ കഴിഞ്ഞ് വീണ്ടും വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ബ്രേക്ക് ഡൗൺ റീജിയനിലോട്ട് പോകും. അപ്പം ഈ രണ്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വളരെ സിമിലർ ആണ്. കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. ഇനി നമുക്കുള്ളത് ലാസ്റ്റ് പോർഷൻ ആണ്. എന്താണ് ജെഫെറ്റ് BJT കമ്പാരിസൺ? ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജെഫെറ്റ് എന്ന് പറയുന്നത് ഒരു യൂണിപോളാർ ഡിവൈസ് ആണ്. അതായത് അറ്റ് എ ടൈം ഒന്നെങ്കിൽ ഇലക്ട്രോൺ അല്ലെങ്കിൽ ഹോൾ ഇതായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. മജോറിറ്റി ചാർജ് കാരിയേഴ്സ് മാത്രമായിരിക്കും കണ്ടക്ഷൻ ഉണ്ടാവുക. BJT ഒരു ബൈപോളാർ ഡിവൈസ് ആണ്. അതായത് അറ്റ് എ ടൈം മജോറിറ്റി ആൻഡ് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ഈസ് ഡൂയിങ് എന്താ പറയുന്നത് കറണ്ട് ക്യാരിയിങ്. ജെഫെറ്റ് എന്ന് പറയുന്നത് ഒരു വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ് ആണ്. അതായത് VGS, ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് 0 തൊട്ട് മൈനസിലോട്ടോ അതോ 0 തൊട്ട് പോസിറ്റീവിലോട്ടോ വേരി ചെയ്യുന്നതനുസരിച്ചിട്ടാണ് ഡ്രെയിൻ കറണ്ട് വേരി ചെയ്യുന്നത്. BJT എന്ന് പറയുന്നത് ഒരു കറണ്ട് ഡ്രിവൻ ഡിവൈസ് ആണ്. അതായത് നമ്മൾ ബേസ് കറണ്ട് IB ടെർമിനലാണ് ബേസ്, ആ ബേസിലോട്ടുള്ള കറണ്ടിനെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് BJT കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് ലോ നോയ്സ് ലെവലാണ് ഇതിലുള്ളത്. അതായത് EMI എമിഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് ഇതിൽ വളരെ കുറവാണ്, BJT കൂടുതലാണ്. ജെഫെറ്റിന്റെ ഇൻപുട്ട് ഇംപിഡൻസ്, അതായത് ജെഫെറ്റിന്റെ രണ്ട് ടെർമിനൽ ഇടയ്ക്കുള്ള ഇൻപുട്ട് ഇംപിഡൻസ്, ഇന്റേണൽ ഇംപിഡൻസ് വളരെ കൂടുതലാണ്. ഇവിടെ ഇൻപുട്ട് ഇംപിഡൻസ് വളരെ കുറവാണ്. ഇവിടെ ഗെയിൻ എന്ന് പറയുന്നത് ജെഫെറ്റിലെ ഗെയിൻ എന്ന് പറയുന്നത് ട്രാൻസ് കണ്ടക്ടൻസ് വഴിയാണ്. ഇവിടെ വോൾട്ടേജ് ഗെയിൻ ആണ്. നമ്മൾ ബീറ്റ ആൽഫ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ട്രാൻസ് കണ്ടക്ടൻസ് പറഞ്ഞ ഒരു ടേം വെച്ചിട്ടാണ് അതിന്റെ ഗെയിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. BJT ആൽഫ ബീറ്റ എന്നീ രണ്ട് ടേംസ് വെച്ചിട്ടാണ്. വോൾട്ടേജ് ഗെയിൻ ആണ് മെയിൻ ആയിട്ടും പറയാം. ഇതിന് തെർമൽ സ്റ്റെബിലിറ്റി, ബെറ്റർ തെർമൽ സ്റ്റെബിലിറ്റി കമ്പയർഡ് ടു BJT ജെഫെറ്റിന്. ഇതിന് രണ്ടിനെ ഒരേ റേറ്റിംഗ് ഉള്ള വോൾട്ടേജും കറണ്ട് റേറ്റിംഗ് ഉള്ള ജെഫെറ്റും BJTയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ജെഫെറ്റിന്റെ സൈസ് BJT കുറവാണ്. അപ്പം പവർ ഇലക്ട്രോണിക്സ് ആപ്ലിക്കേഷനിൽ പവർ കൂടുന്നതനുസരിച്ച് സൈസ് കമ്പാരിസൺ നടക്കുകയാണെങ്കിൽ ജെഫെറ്റിന്റെ സൈസ് ആയിരിക്കും വളരെ കുറവ്. അതുപോലെ തന്നെ ഒരേ വോൾട്ടേജ് കറണ്ട് റേറ്റിംഗ് ഉള്ള ജെഫെറ്റും BJTയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ജെഫെറ്റ് ലെസ് പവർ ആയിരിക്കും കൺസ്യൂം ചെയ്യുന്നത്. ഇനി പവർ ഇലക്ട്രോണിക്സ് ആപ്ലിക്കേഷനിൽ ഒരു സ്വിച്ച് ആക്ട് ചെയ്യുമ്പോൾ ജെഫെറ്റിൽ ഓമിക് ആൻഡ് കട്ട് ഓഫ് റീജിയനിലാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ BJT നമ്മൾ സാച്ചുറേഷൻ ആൻഡ് കട്ട് ഓഫ് റീജിയനിലാണ് സ്വിച്ച് ആയിട്ട്, അതായത് ടേൺ ഓഫ് അല്ലെങ്കിൽ ടേൺ ഓൺ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. ഇതുപോലെ ജെഫെറ്റും BJT ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കാം. ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ജെഫെറ്റ് എന്ന് പറയുന്നത് സാച്ചുറേഷൻ റീജിയനിലാണല്ലോ വർക്ക് ചെയ്യുന്നത്, പക്ഷെ BJT ആക്റ്റീവ് റീജിയനിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതാണ് ജെഫെറ്റും BJTയും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കമ്പാരിസൺ. ഇത്രയാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. ഇനി നമുക്ക് സമയം വളരെ കുറവാണ്, അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് QA സെഷനിലോട്ട് പോവാം. What will happen in N-channel FET transistor if voltage is given above 0 volt? ഹലോ Sir, one question. What will happen in N-channel FET transistor if voltage is given above 0 volt? ഓക്കെ, N ചാനലിലോട്ട് വരാം. Gate source voltage. ഓക്കെ, ഇവിടെ ഗേറ്റ് സോഴ്സ് പോസിറ്റീവ് കൊടുത്താൽ എന്ത് പറ്റുന്നതാണ് ചോദിച്ചേക്കുന്നത് അല്ലെ? അങ്ങനെ വരുമ്പം ഇവിടെ P ടൈപ്പ് ആണ്. ഇവിടെ പോസിറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഈ ഡിവൈസ് ഡാമേജ് ആവും. അതായത് കറണ്ട് ഫ്ലോ ഗേറ്റിൽ നിന്നും ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. അതായത് ഈ PN ജംഗ്ഷൻ ഫോർവേഡ് ബയസ്ഡ് ആവുകയും ഇവിടുന്ന് ഇങ്ങനെ ഒരു കറണ്ട് ഫ്ലോ, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കറണ്ട് ഫ്ലോ അല്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഗേറ്റ് സോഴ്സ് ഡ്രെയിൻ സർക്യൂട്ടിന്റെ ഡ്രൈവർ സർക്യൂട്ടിൽ അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാവാതിരിക്കാനുള്ള പ്രിക്കോഷൻ എടുക്കും. അത് മെയിൻലി ഒരു ഡയോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഫോൾസ് കണക്ടിവിറ്റി അല്ലെങ്കിൽ ഫോൾസ് ആയിട്ട് പോസിറ്റീവ് വോൾട്ടേജ് വരുന്നതിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അതായത് ഇവിടെ പോസിറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡിവൈസ് ഡാമേജ് ആവും. സാറേ, ഒരു ഡൗട്ട് ചോദിച്ചിരിക്കുന്നത് ഒരു FET കട്ട് ഓഫ് റീജിയനിൽ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. കട്ട് ഓഫ് റീജിയൻ, ഓക്കെ, കട്ട് ഓഫ് റീജിയനിൽ ശരിക്കും അതിലൂടെ ഡ്രെയിൻ ടു സോഴ്സ് കണ്ടക്ഷൻ ഉണ്ടാവില്ല. അതായത് കട്ട് ഓഫ് റീജിയനിൽ നമ്മൾ സപ്ലൈ കണക്ട് ചെയ്ത് വെച്ചിട്ട് ഉണ്ടെങ്കിൽ പോലും ഈ ഡ്രെയിൻ ടു സോഴ്സ് കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. അതിനാണ് കട്ട് ഓഫ് റീജിയൻ എന്ന് പറയുന്നത്. നമ്മളെല്ലാം സപ്ലൈ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
VGS നമ്മൾ ഹൈലി നെഗറ്റീവ് ഉള്ള -5 എന്ന് പറഞ്ഞ ഒരു വോൾട്ടേജ് കണക്ട് ചെയ്ത് വെച്ചു. അങ്ങനെ വരുമ്പോൾ എല്ലാ സപ്ലൈയും കണക്ട് ചെയ്ത് വെച്ചാൽ പോലും ഈ ഡ്രെയിൻ ടു സോഴ്സ് കറണ്ട് ഫ്ലോ നടക്കില്ല. അങ്ങനെയാണ് അതിനെ പറയുന്ന പേരാണ് കട്ട് ഓഫ് റീജിയൻ. ക്യാരക്ടറിസ്റ്റിക്സിൽ സാറേ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് കാണിക്കാമോ? ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ്. ആ അതില് VGS -4 വോൾട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിനേക്കാളും കുറഞ്ഞ വോൾട്ടേജ് കൊടുക്കുമ്പോഴാണോ കട്ട് ഓഫ് റീജിയനിൽ എത്തുന്നത്? അതെ, അതിനൊക്കെ കുറഞ്ഞ വോൾട്ടേജ് കൊടുക്കുമ്പോഴാണ് കട്ട് ഓഫ് റീജിയനിൽ എത്തുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത് ഒരു ചെറുതായിട്ടുള്ള ഒരു ഹോംവർക്ക് ആണ്. ഇപ്പൊ നമ്മൾ പഠിച്ച ഡിവൈസസ് അഥവാ UJT, BJT, N ചാനൽ, JFETന്റെ ആക്ച്വൽ ഡിവൈസ് അതാണ്. അതായത് നമ്മൾ ലാബിൽ കയ്യിൽ കിട്ടുന്ന പോലത്തെ ഒരു എങ്ങനെ അതിന് ടെർമിനൽസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. UJT ആണെങ്കിൽ എമിറ്റർ ബേസ് 1 ബേസ് 2, JFET ആണെങ്കിൽ ഡ്രെയിൻ സോഴ്സ് ഗേറ്റ്. ആ ടെർമിനൽ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം. നമ്മുടെ BJT ആണെങ്കിൽ സർക്കുലർ ആണെങ്കിൽ ഒരു നോച്ച് ഉണ്ട്, അവിടുന്ന് ക്ലോക്ക് വൈസ് നമ്മൾ എമിറ്റർ ബേസ് കളക്ടർ എന്നല്ലേ കണക്കുന്നത്. അതുപോലെ എങ്ങനെയാണ് UJT, JFET എന്നിവയുടെ ടെർമിനൽസ് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത് നിങ്ങൾ സ്വയം ഒന്ന് നോക്കുക. അതുപോലെ തന്നെ UJT, BJT, FET, JFETന്റെ പാർട്ട് നമ്പർ നമുക്കൊരു ഡയോഡ് ആണെങ്കിൽ അറിയാം IN4007 എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ നമ്മൾ ഇന്ന് പഠിച്ച ഈ ഡിവൈസസിന്റെ ഏതെങ്കിലും ഒരു പാർട്ട് നമ്പർ എടുക്കുക, പാർട്ട് നമ്പർ കണ്ടുപിടിക്കുക, അതിന്റെ മാനുഫാക്ചർ ആരാണെന്ന് നോക്കുക. അതിനുശേഷം അതിന് ഒരു ഡേറ്റ ഷീറ്റ് എടുത്ത് ഡേറ്റ ഷീറ്റ് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഒരു PDF ഫോം ആയിരിക്കും, ഒരു 3-4 പേജ് കാണും. അതിനകത്ത് മെയിൻ ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സ്, അതായത് അത് കാരി ചെയ്യുന്ന കറണ്ട്, അതിന് മാക്സിമം അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്, അങ്ങനെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സ് വഴി നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇന്നിപ്പോ ഈ പഠിച്ചതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനും കൂടെ നിങ്ങൾ കുറച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇത് നിങ്ങൾ ഈ സെഷൻ കഴിഞ്ഞതിന് ശേഷം സ്വയം ചെയ്ത് നോക്കുക. ഓക്കെ. ഓക്കെ സാർ, അപ്പോൾ കുട്ടികളുടെ സംശയം എല്ലാം ക്ലിയർ ആയി എന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ ഏതാണ്ട് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പൊ ഇന്ന് ഇത്രയും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്ത ഡോക്ടർ നിതിൻ രാജ് സാർ, ലെക്ചറർ ഇൻ ഇലക്ട്രിക്കൽ, ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പാലക്കാട്, സാറിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ലോക്ക്ഡൌൺ സമയത്ത് ഇത്രയും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടി രാപകലില്ലാതെ കഷ്ടപ്പെടുന്ന സിറ്ററിന്റെയും സാപ്പിലെയും ഉദ്യോഗസ്ഥന്മാർക്കും ടീച്ചർമാർക്കും എല്ലാം നമ്മൾ സ്റ്റുഡൻസിന്റെ പേരിലും പോളിടെക്നിക്കിലെ അധ്യാപകരുടെ പേരിലും നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഇലക്ട്രിക്കലിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള ബിനു ടീച്ചർ, HOD ഇലക്ട്രിക്കൽ, ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പാല, ആൻഡ് ജോയിന്റ് കോർഡിനേറ്റർ ആയിട്ടുള്ള ജ്യോതിലാൽ സാർ, HOD ഇലക്ട്രിക്കൽ, മഹാരാജാസ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തൃശൂർ, ഇവർക്ക് രണ്ടുപേർക്കും നമ്മുടെ ഇന്ന് സെഷൻ നടത്തിയ സെഷൻ അറേഞ്ച് ചെയ്ത കോഴ്സ് കോർഡിനേറ്ററായ ജയപ്രകാശ് സാറിനും നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ വളരെ ലൈവായിട്ട് പങ്കെടുക്കുകയും സാറുമായിട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ച് ഇന്ററാക്ട് ചെയ്യുകയും ചെയ്ത നമ്മുടെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള പോളിടെക്നിക് കോളേജുകളിലെ വിദ്യാർത്ഥികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു.